ആദിയിൽ അബ്ദഉ ബിസ്മില്ലാഹ് അഹ്മദു റബ്ബി ജല്ലല്ലാഹ് അവ്വലു ഖൽഖിൻ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ബദറുത്തമാം പിളർന്ന നബി, ബർക്ക് ബുറാഖിലമർന്ന നബി, ബഹ്റുന്നൂർ കടന്ന നബി, ബിശ്റാ നബിയിൽ സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗറാത്ത് ഇൻജീൽ അറിയിച്ചേ, തൻസീൽ മുഹ്കം സിദ്ധിച്ചേ, തൗഹീദിൻ വഴി കാണിച്ചേ, ത്വായിബ് നബിയിൽ സ്വല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എൻ്റെ ഒന്ന് ശരിയാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിശേഷണങ്ങൾ എടുത്തുകൊണ്ട് വഅള് പറഞ്ഞ് തീർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ നാമമല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ രാജ്യത്തുള്ള പല ആളുകളെയും നമ്മൾ പല രൂപത്തിലാണ് അഡ്രസ്സ് ചെയ്യാറുള്ളത്. മഹാത്മാഗാന്ധിയെ അവിടുത്തെ സഹനത്തിൻ്റെ പേരിൽ, അതുപോലെ അവർ നയിച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പേരിലൊക്കെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടയാളപ്പെടുത്തുന്നത് ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ടല്ല, മറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത് ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെയുള്ള ആളുകൾ എഴുതി വെച്ചു, മുഹമ്മദ് വാസ് ബോൺ ഇൻ ദ ഫുൾ ലൈറ്റ് ഓഫ് ഹിസ്റ്ററി. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് അവതരിച്ചത് ഈ ലോകത്തിന് മുഴുവനും പ്രകാശമായി കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിച്ച ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് പ്രകാശത്തെ പരത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഇരുത്തിക്കൊണ്ട് വായിക്കേണ്ട നാമമല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം. മറിച്ച് ചരിത്രത്തിൻ്റെ എല്ലാ ഗുണങ്ങളും സംവിധാനിച്ചിട്ടുള്ള, സമ്മേളിച്ചിട്ടുള്ള ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന വന്യപുരുഷൻ്റെ പേരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവിടുന്ന് നല്ല ഒരു ഉപ്പയായിരുന്നു, അവിടുന്ന് നല്ല ഒരു ഭർത്താവായിരുന്നു, അവിടുന്ന് നല്ലൊരു മകനായിരുന്നു, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അടിമയായിരുന്നു. ഇങ്ങനെ എല്ലാ വിശേഷണങ്ങളെ കൊണ്ടും സംവിധാനിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തി വെക്കുന്നത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. മനുഷ്യരുടെ ഗണത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് തന്നെ അവതരിച്ച ഒരാളായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചിരിക്കുന്നു. അങ്ങനെ അയച്ചതിൻ്റെ കാരണമായി മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തേക്ക് അവതരിപ്പിച്ചത് മനുഷ്യകുലത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹമായത് എന്നതിലോട്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് മനുഷ്യർക്കോ
അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക്കായ ഏതെങ്കിലും രാജ്യങ്ങൾക്കോ നാടുകൾക്കോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്, റഹ്മത്താണ്. ആ കാരുണ്യം ഇന്നും ലോകത്ത് എല്ലാ നിലക്കും നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം നിലനിൽക്കുകയും ചെയ്യും. വറഫഅനാ ലക ദിക്റക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകമാണ്. മനുഷ്യരിൽ നിന്ന് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജിന്ന് വർഗത്തിൽപ്പെട്ട ആളല്ല, ഒരു മലക്ക് വർഗത്തിൽപ്പെട്ട ആളല്ല. കാഴ്ചയിൽ നമ്മുടെ പോലെയുള്ളവരും ഗുണങ്ങളിൽ നമ്മുടെ പോലെ ഇല്ലാത്തവരുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാണാൻ നമ്മളെ പോലെയാണ് എന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഭംഗിയുണ്ട്, നമ്മളെക്കാൾ എല്ലാമുണ്ട്. പക്ഷെ നമ്മുടെ പോലെ രണ്ട് കണ്ണുകളും മറ്റ് വിശേഷണങ്ങളുമെല്ലാം നമ്മളെ പോലെ തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ ലോകത്ത് ഇന്നേ വരെ ഒരു മനുഷ്യനിലും ലിഖിതമായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ വിശേഷണങ്ങളും സംവിധാനിച്ച മറ്റൊരാളും ചരിത്രങ്ങളിലില്ല. എല്ലാ വിശേഷണങ്ങളും സംവിധാനിച്ച ഒരാൾ ചരിത്രങ്ങളിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെപ്പോലെയുള്ള ഭംഗിയായിരുന്നു സയ്യിദത്തുനാ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ഫാത്തിമ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നബി തങ്ങളുടെ പകുതി ഭംഗിയായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ഓരോ ആളുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വിശേഷണങ്ങൾ കാണാം. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്തു നോക്കൂ. ഹസൻ റളിയല്ലാഹു അൻഹു വലിയ ധീരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധീരത കിട്ടിയവരായിരുന്നു പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭരണതന്ത്രങ്ങളെല്ലാം സമ്മേളിച്ച ആളുകളായിരുന്നു. ഇങ്ങനെ ഓരോ വിശേഷണങ്ങളും ഓരോ ആളുകളിലാണ് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. എല്ലാം കൂടി ഒരാളിലും സംവിധാനിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി സംവിധാനിച്ചു വെച്ച ഒരേ ഒരാൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു തആല അവിടത്തോടുള്ള മഹബ്ബത്ത് നമുക്ക് ഏറ്റി നൽകുമാറാകട്ടെ. ഒന്ന് ശരിയാവാണ്ടേ ഉണ്ട്, നിങ്ങളൊന്ന് തിരിച്ചു നോക്കി, അപ്പോൾ റെഡിയാവും. ഇതങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെ ആവും. ഒന്ന് ശരിയായി കിട്ടിയാൽ പിന്നെ അങ്ങനെ പോകും. നമുക്കിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ തുറന്നു പോകണം. എനിക്ക് കഴിഞ്ഞ 3 ദിവസം പനിയാണ്, അപ്പോൾ ഇന്നും പനിയാണ്. അപ്പോൾ കൂടുതൽ സൗണ്ട് ഇടൽ നടക്കില്ല. അല്ലാഹു തആല റസൂലുള്ളാഹിനെ കൊണ്ട് ശിഫയാക്കി തരട്ടെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനുഷ്യരിൽ നിന്നുള്ള ഒരാളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു തരാനാണ്. പരിശുദ്ധ ഖുർആനിനെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തരാനാണ്. വയുസക്കീഹിം, നിങ്ങളെ തസ്കിയത്ത് ചെയ്യാനാണ്, നിങ്ങളെ സംസ്കരിച്ചെടുക്കാനാണ്. മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ്റെ തെളിമയുടെ ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. അതുപോലെ തന്നെ ധാരാളം ഹിക്മത്തുകൾ, ജ്ഞാനങ്ങൾ, അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചതിൻ്റെ താല്പര്യം പരിശുദ്ധ ഖുർആൻ പറയാണ്. നബി തങ്ങളെ അയച്ചത് നിങ്ങളെ തസ്കിയത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വയുസക്കീഹിം, നിങ്ങളെ തസ്കിയത്ത് ചെയ്യുക, നിങ്ങളെ സംസ്കരിച്ചെടുക്കുക. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത്. ഒരു മനുഷ്യൻ
സംസ്കരിച്ചെടുക്കുമ്പോഴാണ് അയാൾ ഒരു മനുഷ്യനായി മാറുന്നത്. ചില ആളുകൾക്ക് കാണാൻ നല്ല രൂപമുണ്ടാകും, നല്ല ശബ്ദമുണ്ടാകും, പക്ഷെ അയാളോട് സംസാരിക്കാൻ പറ്റില്ല, മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളാണ് ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്നവർ. ജാഹിലിയ കാലത്തെ ചിത്രത്തെക്കുറിച്ച് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ജാഹിലിയ കാലത്ത് എല്ലാ ദിവസവും കഅബയുടെ മുന്നിൽ ഒരു പ്രത്യേക മീറ്റിംഗ് നടക്കും. വൈകുന്നേരങ്ങളിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിൻ്റെ അജണ്ട ഇന്ന് ആരാണ് ഈ നാട്ടിലെ ഏറ്റവും ശക്തനായ ആൾ എന്ന് കണ്ടുപിടിക്കലാണ്. അങ്ങനെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ കാണാം, ഒരു മനുഷ്യൻ ഒരു ദിവസം പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിനെ സമീപിക്കുന്നു. ആ പെണ്ണിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് എൻ്റെ ആവശ്യപൂർത്തീകരണം നടത്താൻ നീ എനിക്ക് സമ്മതം നൽകണം എന്ന് പറയാണ്. ആ സമയത്ത് ആ പെണ്ണ് പറയുന്നത്, അങ്ങനെ ചെയ്യൽ ഹറാമാണെന്നോ അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല, ഞാനിപ്പോൾ ഗർഭിണിയാണല്ലോ, പ്രസവിച്ച് കഴിഞ്ഞിട്ട് പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത്രയാണ് അതിൻ്റെ കാലങ്ങൾ. പ്രസവിച്ച് കഴിഞ്ഞിട്ട് പോരേന്ന്. പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി 100 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് അതൊരു ലിസ്റ്റാക്കി കഅബയുടെ ചുമരിൽ കൊണ്ടുപോയി ചേർത്തി വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാനാണ് ഏറ്റവും ശക്തൻ എന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ തോന്നിവാസങ്ങൾ നടത്തിയത് ആരാണ്? ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊണ്ടിരുന്ന ഒരു ജനതയുടെ ഉള്ളിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ ജനതയിൽ നിന്നാണ് ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വാർത്തെടുത്തത്. തസ്കിയത്ത് ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തസ്കിയത്തുള്ളത് കൊണ്ടാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് സ്ത്രീ സംരക്ഷണം, സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ പറയും. എന്നാൽ ലോകത്താദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പറയും സ്ത്രീകളും പുരുഷന്മാരൊക്കെ തുല്യരാണ്, അവർ തമ്മിൽ വേർതിരിവൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും. നമ്മൾ KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കുകയും ചെയ്യും. അപ്പം തന്നെ ഇത് രണ്ടും ഒരുപോലെ ഇല്ല എന്ന് മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ പറയും സ്ത്രീകളും പുരുഷനും തുല്യന്മാരാണ്. എന്നിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ സംവരണം വെക്കും, പല ഡീവിയേഷൻ വെക്കും. അപ്പം അവിടെ ഒന്നും പുരുഷന്മാർക്ക് പറ്റൂല. വല്ലാത്തൊരു അതാപാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ ഒരു വയലിന് പോയപ്പോൾ അവിടെ ഒരു അനുഭവം കേട്ട് ഒരു സ്ത്രീ എഴുത്തെഴുതി തന്നതാ. ആ സ്ത്രീ വാർഡ് മെമ്പറാണ്. അപ്പം ആ സ്ത്രീ വാർഡ് മെമ്പറായിട്ട് എഴുതിയ എഴുത്ത്, ഇതുവരെ ഒരു മനുഷ്യരെൻ്റെ മുഖം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ പെണ്ണ് എപ്പോഴും നിക്കാബ് ഇട്ട് കിടക്കുന്ന പെണ്ണാണ്. പക്ഷെ എൻ്റെ ഭർത്താവ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. ഞങ്ങളുടെ വാർഡിൽ സംവരണ സീറ്റ് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ് ഞാൻ മത്സരിച്ചു. അപ്പോൾ തെരുവോരങ്ങളിലൊക്കെ എൻ്റെ ഫ്ലെക്സുകളും എൻ്റെ ചിത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതിന് മുന്നേ ആ പെണ്ണിനെ ഒരാളും കണ്ടിട്ടില്ല. ഉസ്താദേ, എൻ്റെ കാര്യത്തിൽ റബ്ബിൻ്റെ അടുക്കൽ എന്തായിരിക്കും അവസ്ഥ? റബ്ബ് എന്നെ ശിക്ഷിക്കുമെന്നാണ് ചോദിച്ചത്. ആ പെണ്ണിനെ ഇന്നേ വരെ ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഭർത്താവിൻ്റെ രാഷ്ട്രീയ താല്പര്യം കാരണം ആ പെണ്ണിനെ എല്ലാ മനുഷ്യരും കണ്ടു. അള്ളാഹു തആല ആ പെണ്ണിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഭർത്താവിന് പുറത്തു കൊടുക്കട്ടെ എന്ന് ഉദാഹരണത്തിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സംവരണം വെക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സംവരണം ശരിയല്ല എന്ന് പറയും ചെയ്യും. എന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ലോകത്ത് ഏറ്റവും നന്നായി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നോക്ക് നിങ്ങൾ, ഫാത്തിമ ഉമ്മയെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താരാട്ട് പാടിയത്? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു ജനത, പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആ വാർത്ത പുറത്തു പോലും പറയാതെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു ജനത, ആ ജനതയുടെ മുന്നിലൂടെയാണ് ഫാത്തിമ ബീവിയെ തൻ്റെ മടിത്തട്ടിൽ ഇരുത്തിക്കൊണ്ട് ചുംബനങ്ങൾ നൽകിക്കൊണ്ട്, ഇതെൻ്റെ ഫാത്തിമയാണ്, ഈ ഫാത്തിമ സ്വർഗീയ നാരികളുടെ നേതാവാണ്,
എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ട എല്ലാ അവകാശങ്ങൾക്ക് വേണ്ടിയും മാനവികതയുടെ ലോകത്ത് ആദ്യമായി സംസാരിച്ചതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ടാകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അല്ലാഹു തആല ആ നിലക്കുള്ള ഉമ്മമാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസ്കരിച്ചെടുത്തിട്ടുള്ള അതിമഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ, പരിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങളായ നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരത്തെ അതേ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇന്ന് ആ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ കെടുത്തുന്നത് നമ്മളല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ട അവസ്ഥയിലാണ്. നഅൂദു ബില്ലാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓണാകുന്നല്ലേ ഉള്ളൂ, പക്ഷെ ഓണം മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തുള്ള വാക്ക്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മലബാർ ഏരിയയിൽ നഅൂദു ബില്ലാ, ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പഠിച്ചിരുന്ന അവിടെ വളാഞ്ചേരി ഭാഗത്ത് 2 കോളേജുണ്ട്. എനിക്കറിയാവുന്ന കോളേജാണ്. ഒരു കോളേജ് ഏതോ ഒരു സിനിമാ നടനെ കൊണ്ടുവന്നു ഓണാഘോഷ പരിപാടിക്ക്. അപ്പോൾ ഇനി അതിനേക്കാൾ വലിയൊരു സിനിമാ നടനെ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഒരു വെറൈറ്റിയായി ചിന്തിച്ചത് ഓണാഘോഷത്തിന് മാവേലിക്ക് പകരം ഒരു ഹെലികോപ്റ്ററാണ് കൊണ്ടുവന്നത്. ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കല്ല. നമ്മുടെ നാട് എല്ലാ മനുഷ്യർക്കും അവരുടെയൊക്കെ മതങ്ങളും ആചാരങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാടാണ്. ക്രൈസ്തവ സഹോദരങ്ങൾ അതിവിപുലമായി അവരുടെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഹൈന്ദവ സമൂഹം അവരുടെ ആചാരങ്ങൾ ആഘോഷിക്കാറുണ്ട്, നമ്മൾ നബിദിനം ആഘോഷിക്കാറുണ്ട്. പക്ഷെ മറ്റൊരു മതത്തിൻ്റെ ആചാരത്തിൽ കടന്നുകൂടി നമ്മളൊരിക്കലും അതിനെ മോശപ്പെടുത്താൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ പള്ളിയിലൊരു മൗലിദ് നടക്കുന്ന സമയത്ത് ആ മൗലിദ് അതേ വൃത്തിയിൽ നടക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അതിൻ്റെ ഒരു പരിശുദ്ധിയുണ്ട്. ഓണത്തിനൊരു പരിശുദ്ധിയുണ്ട്. ആ മതത്തെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് ആ മതത്തിൻ്റെ ഒരു പരിശുദ്ധിയുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ പരിശുദ്ധി ഇല്ലാണ്ടാക്കാൻ പാടില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം പെരുമ്പാവൂർ ഭാഗത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾക്കങ്ങോട്ട് വിചാരിക്കാം. ഞാനങ്ങോട്ട് വിചാരിക്കാം, എന്നാൽ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാനത് കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ മേഖലയിലേക്ക് പോകാത്തത്. നമ്മളൊക്കെ ചിന്തിക്കുക, മുസ്ലിമീങ്ങളായ നമ്മളാണിത് ചെയ്യുന്നത്. നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹുവിൻ്റെ മുന്നിലേക്കാണ്. നമ്മളെ കാത്തിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നൊന്ന് ചിന്തിക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സംസ്കാരത്തെ തനതായ രൂപത്തിൽ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാണ് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അൽ മവാഹിബുൽ ദുനിയ എന്ന് പറയുന്ന കിതാബുണ്ട്. അതുപോലെ മഹാനായ ഇമാം ഖാളി ഇയാദ് തങ്ങളുടെ അശ്ശിഫാ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കേണ്ടത് എന്ന് നമ്മളോട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ അടുത്തൊക്കെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ നമ്മളൊക്കെ പറയും ഇഷ്ടമുണ്ട് എന്ന് പറയും. പക്ഷേ എങ്ങനെയാണ് റസൂലുള്ളാഹിനോട് ഒരാൾക്ക് ഇഷ്ടം ഉണ്ടോ ഇഷ്ടം ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്? അതിന് ധാരാളം അടയാളങ്ങൾ ആ കിതാബിൽ പറയുന്നുണ്ട്. ഒരു 20ഓളം അടയാളങ്ങളുണ്ട്. അതിലൊരു 2 3 പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടാവേണ്ടതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അൽ ഇഖ്തിദാഉ ബിഹി വസ്തിഅമാലു സുന്നത്തിഹി എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയും അവിടുത്തെ സുന്നത്തനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തുണ്ട് എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതുപോലെ പകർത്തി ജീവിക്കുക, നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേ രൂപത്തിൽ കേൾക്കുക. ഇതാണ് മഹബ്ബത്തിൻ്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ച പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ
എല്ലാ രൂപത്തിലും നല്ല മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അതാണ് മഹബ്ബത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഈ സമൂഹം ഇത്ര മനോഹരമായി നിൽക്കുന്നതിൽ അതിൻ്റെ ഭൂതകാലം അത്ര സുന്ദരമായിരുന്നില്ല. ഇപ്പോഴും ഒരുപാട് ആളുകളോട് ചോദിച്ചാൽ അവരുടെ യുവത്വകാലത്തെ കഷ്ടപ്പാടുകൾ പറയും, പട്ടിണി അനുഭവിച്ചിരുന്ന കഥകൾ പറയും. എൻ്റെ ഉപ്പനോട് ഞാൻ ചോദിക്കും, എൻ്റെ ഉപ്പ പറയും എന്തിനാണ് ഉപ്പ പഠനം നിർത്തിയത് എന്ന് ചോദിച്ചാൽ ഉപ്പ പറയും നോട്ട് പുസ്തകം മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പഠനം നിർത്തി എന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞതാ. ഇന്നത്തെ കാലത്ത് നോട്ട് പുസ്തകം മേടിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തി എന്നൊരു കുട്ടിയോട് പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കുമോ? പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. യൂണിഫോം ഇല്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തിയവർ, പേനയില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തിയവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നവർ ഇന്നൊക്കെ അൽഹംദുലില്ലാ നല്ലൊരു മാതൃകയിലും വ്യക്തിത്വത്തിലൊക്കെ എത്തി. അല്ലാഹു തആല നമുക്ക് ഇനി ഇസ്സത്ത് വളർത്തി തരുമാറാകട്ടെ. എന്നാൽ അറിയണേ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഭൂതകാലം എന്ന് പറയുന്നത് അത്ര മനോഹരമല്ല. എല്ലാ സുഖസൗകര്യങ്ങളിലൂടെയും പടുത്തുയർത്തി വന്ന ഒരു ദീനിൻ്റെ പേരല്ല ഇസ്ലാം. എല്ലാ രൂപത്തിലുള്ള ത്യാഗങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു വന്ന മതമാണ്. ആ മതത്തെ തെരുവിലേക്കെറിയാനുള്ളതല്ല. ആ മതത്തെ ഏതെങ്കിലും രൂപത്തിൽ വലിച്ചെറിയാനുള്ളതല്ല. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അറേബ്യയുടെ മണ്ണിലേക്കൊന്ന് ക്ഷണിക്കട്ടെ. എൻ്റെ കൂടെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറേബ്യയുടെ മണ്ണിലേക്കൊന്ന് യാത്ര ചെയ്യണേ. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ രഹസ്യത്തോടുകൂടി പ്രബോധനം നടത്തിയിരുന്ന ഒരു കാലം, ഞാൻ മുസ്ലിമാണ് എന്ന് പുറത്തിറങ്ങി വേണ്ട രൂപത്തിൽ പറയാൻ കഴിയാതിരുന്ന ഒരു കാലം, കൂടെയുള്ളത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് കൂടെ ഉണ്ടായിരുന്നത്. ഒന്ന് തുറന്നിട്ടേരും, അവസാനത്തിൽ ഒന്ന് തുറന്നിട്ടേരും, ബാക്കിയൊക്കെ ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അങ്ങനെ സിദ്ദീഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെ ആകെ 38 മുസ്ലിമീങ്ങളുമായി കഅബയുടെ ചാര ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെയുള്ള എണ്ണം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? 38,000 3,80,000 വിരലിലെണ്ണാകുന്ന വെറും 38 ആളുകളാണ്. ആ 38 ആളുകളിൽ ഒരാളാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. രണ്ടാമനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഇനിയുള്ളത് 36 ആളുകളാണ്. അവരിങ്ങനെ കഅബയുടെ ചാര ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാനിവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞോട്ടെ നബിയേ. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്? അതുകൊണ്ട് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഒന്നും ദൈവങ്ങളല്ല എന്ന് ഞാനൊന്ന് പ്രഖ്യാപിച്ചോട്ടെ നബിയേ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, യാ അബൂബക്കർ ഇന്നാ ഖലീൽ. വേണ്ട മോനെ, വേണ്ട, നമ്മൾ എണ്ണത്തിൽ വളരെ കുറവാണ്.
മുന്നിൽ ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്. മക്കയിലെ കിരാതന്മാരെല്ലാവരും അവിടെയുണ്ട്. നമ്മുടെ എണ്ണം ആകെയുള്ളത് 38. അതുകൊണ്ട് നമുക്ക് മൗനം പാലിക്കാം. പക്ഷെ സിദ്ദീഖ് തങ്ങൾ അടങ്ങിയില്ല. എത്ര കാലമാണ് നബിയെ നമ്മൾ മിണ്ടാതിരിക്കുന്നത്? നമ്മൾ തൗഹീദിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്? അങ്ങ് പറയുന്നത് സത്യമാണല്ലോ നബിയേ, പിന്നെ എന്തിനാണ് നമ്മൾ മൗനം പാലിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സമ്മതം കൊടുക്കുന്നില്ല. മൂന്നാമത് എഴുന്നേറ്റുകൊണ്ട് വീണ്ടും പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ മൗനാനുവാദം നൽകുന്നു. മൂന്നാമത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാവരും കൂട്ടം കൂടിയിരിക്കണ്ട, ഓരോ ഭാഗത്തോട്ട് മാറി മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാ അങ്ങനെ പറയുന്നത്? കൂട്ടം കൂടിയിരുന്ന് ഒരുമിച്ച് അടിയിട്ടൂലേ? മാറി മാറിയിരുന്ന് ഓരോരുത്തരെ തെരഞ്ഞോടുമ്പോൾ ഓടാനെങ്കിലും സമയം കിട്ടുമല്ലോ. അപ്പം ആരും കൂട്ടം കൂടിയിരിക്കണ്ട, എല്ലാവരും ഓരോ ഭാഗത്ത്. അന്ന് സ്ത്രീകളുണ്ട്, സുമയ്യ ബീവിയെ പോലെ ആദ്യകാല ഇസ്ലാമിലോട്ട് വന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ആളുകൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ മാറി മാറിയിരുന്നു. അങ്ങനെ മാറി നിന്നുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. യാ അഹ്ല മക്ക, ഓ മക്കയിലുള്ള ജനങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ മതത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ പ്രഭാഷണം ആരംഭിച്ച പാടെ എതിർചേരിയിൽ നിന്നതാ ഉത്ബത്ത് ബിനു റബീഅ കടന്നു വരികയാണ്. ഉത്ബത്ത് ബിനു റബീഅ കടന്നു വന്നുകൊണ്ട് തൻ്റെ 2 ചെരുപ്പുകളും കൂട്ടിപ്പിടിക്കുകയാണ്. ആ 2 ചെരുപ്പുകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതേ സിദ്ദീഖ് തങ്ങളുടെ മുഖത്തേക്കൊരടിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്കൊരടിയാണ്. ആ അടി കണ്ടവർ പറഞ്ഞതെന്താണ്? അതേ, സിദ്ദീഖ് തങ്ങൾ മരിച്ചിട്ടുണ്ട്. വലാ യശുക്കൂന ബിമൗതിഹി, സിദ്ദീഖ് തങ്ങൾ മരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഇല്ല. ആ അടി കിട്ടിയപാട് സിദ്ദീഖ് തങ്ങൾ നിലംപതിച്ചുപോയി. സിദ്ദീഖ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ മൂക്കേതാണ്, അവിടുത്തെ ചുണ്ടേതാണ് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിലായി പോയിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ ബോധം പോയി. സിദ്ദീഖ് തങ്ങളുടെ നില ആകെ വഷളായി പോയി. ഉടനെ തന്നെ അവിടുത്തെ സിദ്ദീഖ് തങ്ങളുടെ കുടുംബക്കാരായ ഗോത്രക്കാരായ ബനൂ തൈം ഗോത്രക്കാർ അവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ബനൂ തൈം ഗോത്രക്കാർ വന്നുകൊണ്ട് വലിയ ഒരു ഷാള് നിലത്ത് വിരിക്കുന്നു. അതിലോട്ട് സിദ്ദീഖ് തങ്ങളെ കയറ്റി വെക്കുന്നു. ഓരോ മൂലയിലും ഓരോ ആളുകൾ പിടിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. തോളിലേറ്റ് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ആഫിയത്ത് വേണം. 2 തോളിൽ ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആഫിയത്ത് പോലും ആർക്കില്ലാണ്ടായിപ്പോയി, സിദ്ദീഖ് തങ്ങൾക്കില്ലാണ്ടായിപ്പോയി. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു തുണിയിലാക്കിക്കൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി. അന്നേരം സിദ്ദീഖ് തങ്ങളുടെ ബനൂ തൈം ഗോത്രത്തിലുള്ള ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ്, വല്ലാഹി ലഇൻ മാത അബൂബക്കർ ലനഖ്തുലന്ന ഉത്ബത്ത് ബിൻ റബീഅ. അതേ, ഞങ്ങളുടെ അബൂബക്കറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്ബത്തിന് റബീഅയെ ഞങ്ങൾ കൊല്ലും കേട്ടോ
എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ്, അതുപോലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ സിദ്ദീഖ് തങ്ങളെ കൂട്ടി വീട്ടിലോട്ട് കൊണ്ടുപോയി. വൈകുന്നേരം വരെ സിദ്ദീഖ് തങ്ങൾക്ക് വേണ്ടി കാവലിരുന്നു. സിദ്ദീഖ് തങ്ങളൊന്ന് കണ്ണ് തുറന്നിരുന്നെങ്കിൽ, സിദ്ദീഖ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, സിദ്ദീഖിന്റെ വായിലൂടെ ഒരു വെള്ളം പോലും ഇറങ്ങുന്നില്ല. സിദ്ദീഖ് മിണ്ടുന്നില്ല, കണ്ണൊന്നനങ്ങുന്നില്ല. സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഉമ്മയും ഒന്നും പറയുന്നില്ല. ഉമ്മുൽ ഖൈർ എന്ന് പറയുന്ന സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉപ്പ അബൂ ഖുഹാഫ അവിടെയുണ്ട്. സിദ്ദീഖ് തങ്ങൾ അനങ്ങുന്നില്ല. വൈകുന്നേര സമയമായപ്പോഴേക്കതാ സിദ്ദീഖ് തങ്ങളുടെ നയനങ്ങൾ ചെറുതായി തുറന്നു. ഉടനെ തന്നെ അല്പം വെള്ളമെടുത്തുകൊണ്ട് നാവിലോട്ടൊന്ന് പുരട്ടിക്കൊടുത്തു. ആ നാവിനൊരു തണുപ്പ് വന്നപ്പോൾ അവിടുത്തെ തൊണ്ടയിൽ ഒരൽപ്പം നനവ് വന്ന നേരത്ത് സിദ്ദീഖ് തങ്ങൾ പതിന്ന സ്വരത്തിലൊരു ചോദ്യമാണ്, മാ ഫുഇല റസൂലുള്ളാഹ്, എൻ്റെ ഹബീബ് എവിടെ? എൻ്റെ റസൂലുള്ളാഹിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അടികിട്ടിയ പാടെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് അൽ അമീൻ? എൻ്റെ ഹബീബ് എവിടെയാണ്? ചോദ്യം കേട്ട പാടെ ഉപ്പയും ബനൂത്തയും ഗോത്രത്തിലുള്ള ആളുകൾ പറഞ്ഞു, മോനെ നീ നന്നാവാൻ പോണില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വൈകുന്നേരം വരെ കാവലിരുന്ന് ബോധം വന്നപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? വേറൊന്നും അറിയണ്ട, വേറൊന്നും അറിയാൻ താല്പര്യമില്ല. എനിക്കെന്താ പറ്റിയെന്ന് ഒന്നും അറിയണ്ട. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? അപ്പൊ അത്രയും നേരം കാവലിരുന്ന ആളുകൾ ചോദിച്ച്, ഇത്ര അടി കിട്ടിയിട്ട് നിനക്ക് മതിയായില്ലേ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവിടുന്ന് അങ്ങോട്ട് പോയി. ഉമ്മനോട് പറഞ്ഞ് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, ആരോഗ്യം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുപോയി. പക്ഷേ അനുരാഗത്തിന്റെ ആവിഷ്കാരത്തിന്റെ അങ്ങേയറ്റത്തെ നാമമാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും. നിങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ മനാഖിബുകൾ ഒന്നെടുത്തു പരിശോധിച്ചു നോക്കൂ. റസൂലുള്ളാഹിനെ ഇത്രയ്ക്ക് തോനെ, ഇത്രയ്ക്കധികം സ്നേഹിച്ച മറ്റൊരാളെ ചരിത്രത്തിൽ കാണില്ല. ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ഹബീബായവരാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഉടനെ തന്നെ ഉമ്മ വന്നിട്ട് പറയുന്നു, ഉമ്മനോട് ചോദിക്കുന്നു എവിടെ? ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നു എവിടെയാണ്? എൻ്റെ ഹബീബ് എവിടെയാണ്? ഉടനെ തന്നെ മറുപടി പറയുന്നു, അറിയൂല മോനെ, മുഹമ്മദ് എവിടെയാണെന്ന് ഉമ്മാക്ക് അറിയൂല. ഉടനെ തന്നെ അവിടുന്ന് മറുപടി പറയുകയാണ്, ഇദ്ഹബി ഇലാ ഉമ്മി ജമീൽ, നിങ്ങൾ ഉമ്മ ജമീലിന്റെ അടുക്കലേക്ക് പോണം. ബിൻതുൽ ഖത്താബ്, ഖത്താബിന്റെ മകളായ ഉമ്മു ജമീലിന്റെ അടുക്കലേക്ക് പോണം. ഉമ്മു ജമീലിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ചറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മു ജമീൽ. ഖത്താബിന്റെ പ്രിയപ്പെട്ട മകളാണ്. ഉമ്മു ജമീലിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഉമർ തങ്ങൾ ഇസ്ലാമിലോട്ട് കടന്നു വരുന്നത്. ആ ചരിത്രത്തെ നിങ്ങൾക്കറിയുമല്ലോ, അതിലോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മാദാ ഉമ്മു ജമീലിന്റെ അടുക്കലേക്ക് ചൊല്ലുന്നു. അവിടെ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, എവിടെയാണ് മുഹമ്മദ്? എവിടെയാണ്? മുഹമ്മദിനെ ചോദിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകൻ കരയുകയാണ്. ഉടനെ തന്നെ ഉമ്മു ജമീൽ മറുപടി പറയുകയാണ്, വല്ലാഹു അലം, എനിക്കറിയൂല.
വല്ലാഹി മാലി ഇൽമും ബിസ്വാഹിബിക, നിങ്ങളുടെ മകന്റെ കൂട്ടുകാരനായ മുഹമ്മദ് എവിടെയാണ് എന്ന് എനിക്കറിയില്ല. അറിയാനിട്ടല്ല, അതൊരു ബുദ്ധിയാണ്. എല്ലാ കാര്യവും വിളിച്ചു പറയാൻ പാടില്ല. ഉമ്മു ജമീലിനറിയാം, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അന്ന് മുസ്ലിം അല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ പോയി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉമ്മു ജമീൽ പറഞ്ഞു, എനിക്കറിയൂല. മാ അഅരിഫു അബൂബക്കറിൻ വലാ മുഹമ്മദ് ബിൻ അബ്ദില്ല, അബൂബക്കറിനെ കുറിച്ചും മുഹമ്മദ് ബിൻ അബ്ദില്ലയെ കുറിച്ചും എനിക്കറിയുകയില്ല. ഉടനെ തന്നെ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, മോളെ അങ്ങനെ പറയല്ലേ, നിനക്കറിയാമെന്നാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട മകൻ പറഞ്ഞത്. നിനക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെയൊന്ന് വരാമോ? എന്നിട്ട് നിനക്ക് അറിയില്ല എന്ന കാര്യം എൻ്റെ സിദ്ദീഖിനോടൊന്ന് പറയാമോ? അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ സന്നിധിയിലേക്ക് രണ്ടാളുകളും കടന്നു വരികയാണ്. ഉമ്മു ജമീലയെ കണ്ടപാട് ചോദിക്കുകയാണ്, ഐന റസൂലുള്ളാഹ്, എവിടെയാണ് റസൂലുള്ളാഹ്? ഉടനെ തന്നെ ഉമ്മു ജമീൽ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ ഉമ്മ ഒരാളോടും ഇത് പറയൂല. അതുകൊണ്ട് എനിക്ക് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊന്നറിയണേ. ഉടനെ തന്നെ മറുപടി പറഞ്ഞു, അതേ, അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഹബീബായ തങ്ങളുണ്ട്. അവിടുത്തേക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല സിദ്ദീഖ്. അവിടുന്ന് ആഫിയത്തോടുകൂടെ അവിടെ തന്നെയുണ്ട്. ഉടനെ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ഒരു ആനന്ദം വരികയാണ്, ഒരു സന്തോഷം വരികയാണ്. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഫഇന്ന ലില്ലാഹി അലയ്യ അൻ അദൂഖ തുആമൻ വലാ അശ്റബ ശറാബാ. അല്ലാഹുവാണേ സത്യം, എൻ്റെ ഹബീബിനെ കാണുന്നത് വരെ ഞാനിനിയൊന്നും കഴിക്കില്ല, ഞാനിനിയൊന്നും കുടിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഹബീബിനെ എനിക്കൊന്ന് കാണിച്ചു തരണേ. അങ്ങനെ പാതിരാത്രിയുടെ യാമങ്ങളായപ്പോൾ പ്രിയപ്പെട്ട ഉമ്മയെയും ഉമ്മു ജമീലയെയും കൂട്ടിക്കൊണ്ട് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ വേച്ച് നടക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ നടന്നുപോയ വഴിയിൽ അല്ല, സിദ്ദീഖ് തങ്ങൾ സഞ്ചരിച്ചു പോയ വഴിയിൽ അവിടുത്തെ കാലിങ്ങനെ ഉതിർന്നുപോയ പാടുകളുണ്ടായിരുന്നു. അവിടുന്ന് ചവിട്ടടി വെച്ചിട്ടില്ല. കാരണം ചവിട്ടടി വെക്കാനുള്ള ആരോഗ്യമില്ല. അങ്ങനെ അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ചരിത്രം പോലും കരഞ്ഞു നിന്ന സമയമാണ്. അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വീടിൻ്റെ കതകൊന്നു മുട്ടുന്നു. പുറത്തുള്ളതാരാണ്? അബൂബക്കർ സിദ്ദീഖ്. അതേ വീടിൻ്റെ കതകങ്ങ് തുറന്ന് ഉള്ളിലോട്ട് കയറിയ സമയത്ത് അല്ലാ അറിയാതെ ഹൃദയാന്തരങ്ങളിൽ സിദ്ദീഖ് തങ്ങൾ പാടിപ്പോവുകയാണ്. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അനുരാഗിയുടെ ഹൃത്തടങ്ങളിൽ പൂമുട്ടുപോലെ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളെ പോലെ സിദ്ദീഖ് തങ്ങളെ കണ്ടപാട് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഹബീബും തമ്മിൽ സംഗമിക്കുകയാണ്. രണ്ടുപേരും ആനന്ദത്തോടു കൂടി കരയുകയാണ്. സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ മുഖത്തെ
മുഖത്തെ കയ്യിലേന്തിക്കൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങക്ക് കുഴപ്പമില്ലല്ലോ നബിയേ. എന്നാൽ സിദ്ദീഖ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ഖൽബ് പൊട്ടിപ്പോകുന്നുണ്ട്. കാരണം സിദ്ദീഖിന്റെ മുഖം പോലും വ്യക്തമല്ല, അവിടുത്തെ ചുണ്ടും മൂക്കും ഒരുപോലെയല്ലേ. പക്ഷെ സ്നേഹത്തിന്റെ മുന്നിൽ രണ്ടുപേരും ആശ്ലേഷിക്കുകയാണ്. ഉടനെ തന്നെ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതെന്റെ ഉമ്മയാണ് നബിയേ. ഞാൻ വയ്യാണ്ട് നടന്ന സമയത്ത്, എനിക്ക് സുഖമില്ലാത്ത സമയങ്ങളിൽ നിഴല് പോലെ കൂടെ നിന്ന് എൻ്റെ ഉമ്മയാണ്. അതുകൊണ്ട് അൻത മുബാറകുൻ, അങ്ങ് ദുആക്ക് ഇജാബത്തുള്ളവരല്ലേ. ഫദ്ഉല്ലാഹ ഇലല്ലാഹ്, അതുകൊണ്ട് എൻ്റെ ഉമ്മക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണേ. എൻ്റെ ഉമ്മ ഇസ്ലാമിലേക്കൊന്ന് കടന്നു വരാൻ, അതിനൊരു തൗഫീഖ് കിട്ടാൻ അല്ലാഹുവിൻ്റെ മുന്നിലൊന്ന് കരങ്ങൾ ഉയർത്തണേ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തുകയാണ്. അവിടെ വെച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അംഗസംഖ്യ 39 എത്തുകയാണ്. വെറുതെ കേട്ടുപോകേണ്ട ചരിത്രങ്ങളുടെ ഏടുകളല്ല നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളുടെ പിന്നിലും ലോകത്തിൻ്റെ നേതാവ് സഹിച്ച യാതനകളുണ്ട്, സിദ്ദീഖ് തങ്ങളുടെ നിലവിളികളുണ്ട്, സുമയ്യ ബീവിയുടെ നിലവിളികളുണ്ട്. ഓർത്തുപോവുകയാണ്, ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വിനീതൻ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോയപ്പോൾ, അതേ ഈ വിനീതൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ താഴ്ഭാഗത്ത് അതേ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സ്ഥലമേതാണെന്നറിയുമോ? അറിയില്ല, ഞാൻ ആദ്യമായാണ് മക്കയുടെ മണ്ണിലേക്ക് വരുന്നതെന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അവരെനിക്ക് തന്ന മറുപടിയാണ്, നിങ്ങൾ ഒരുപാട് വഴല് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾ ഒരുപാട് വഴല് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഈ കിടക്കുന്ന ഭൂമിയുണ്ടല്ലോ, ലോകത്താദ്യമായി അഹദ് എന്ന മുദ്രാവാക്യത്തെ ഉയർന്നു കേട്ട ഭൂമിയാണ്. ഇതാണ് സയ്യിദത്തു ശുഹദാ സുമയ്യ ബീവിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ആ സുമയ്യ ബീവിയുടെ നിലവിളികൾ കേട്ട മണ്ണാണ്. കേവലം മക്കയുടെ മണ്ണ് മാത്രമല്ല. അറിയില്ലേ, സുമയ്യ ബീവിയുടെ ചരിത്രങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കേണ്ടതില്ലല്ലോ. എങ്ങനെയാണ് ചരിത്രത്തിന്റെ മുന്നിൽ സുമയ്യ ബീവി അഭിമുഖീകരിച്ചത്? ഈമാനിന്റെ തെളിച്ചം കൊണ്ട് ലോകത്തുള്ള സകല മനുഷ്യരെയും നിരുത്തി ചിന്തിച്ചവരാണ് സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു തആല അൻഹാ. സുമയ്യ ബീവിയുടെ ചരിത്രം ഞാൻ പറയേണ്ട ചരിത്രമല്ലല്ലോ, അത് നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. സയ്യിദുനാ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ. എന്താണ് സുമയ്യ ബീവി ചെയ്ത തെറ്റ്? ഇസ്ലാമിൽ ആദ്യകാലത്ത് വിശ്വസിച്ച വനിതകളിൽപ്പെട്ടവരാണ് സയ്യിദത്തുനാ സുമയ്യ ബീവി. ആ സുമയ്യ ബീവി ഒരുപാട് യാതനകൾ അനുഭവിച്ചു. ചരിത്രത്തിന്റെ താളുകളിലേക്ക് കടക്കാതെ പര്യവസാനത്തിലേക്ക് കടക്കട്ടെ. അവസാനം സുമയ്യ ബീവിയെ ശിക്ഷിച്ചതെങ്ങനെയാണ്? വിവസ്ത്രരായി മരുഭൂമിയിൽ സുമയ്യ ബീവിയെ കടത്തിപ്പോയി. സുമയ്യ ബീവിയുടെ ശരീരത്തിൽ ഒരു നൂലിൻ്റെ മറവ് പോലുമില്ലാതെ അതേ മക്കയുടെ മരുഭൂമിയിൽ സുമയ്യ ബീവിയെ കടത്തി. എന്നിട്ട് 4 ഭാഗത്ത് നന്നായി ഓടാനറിയുന്ന 4 കുതിരകളെ നിർത്തുകയാണ്.
എന്നിട്ട് ഒരു കയറെടുത്ത് സുമയ്യ ബീവിയുടെ വലതുകാലിൽ കെട്ടുന്നു, മറ്റൊരു കയറെടുത്ത് ഇടതുകാലിൽ കെട്ടുന്നു, മറ്റൊരു കയറെടുത്ത് വലത് കയ്യിൽ കെട്ടുന്നു, മറ്റൊരു കയറെടുത്ത് ഇടത് കയ്യിൽ കെട്ടുന്നു. ഈ 4 കയറിൻ്റെയും മറ്റൊരു തല ഓരോ കുതിരയുടെയും ബാക്കിലുള്ള കാലിലേക്ക് കെട്ടുകയാണ്. എന്നിട്ട് ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ ദണ്ടെടുത്തുകൊണ്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് പഴുപ്പിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് 4 കുതിരകളെയും ഒരേ വേഗതയിൽ ഇങ്ങനെ ഓടിപ്പിച്ചില്ലേ? ആ മണ്ണിൽ സുമയ്യ ബീവിയുടെ ആർത്തനാദങ്ങളില്ലേ? ഉമ്മമാരെ, നിങ്ങളുടെ ആദ്യത്തെ ഉമ്മയാണ് സുമയ്യ ബീവി. ആ സുമയ്യ ബീവിയുടെ നിലവിളികൾ കേട്ട നാടാണ് മക്ക. അവിടുന്ന് വിങ്ങിപ്പൊട്ടിയ നാടാണ് മക്ക. ആ സുമയ്യ ബീവി സ്വർഗീയ നാരികളുടെ നേതാവാണ്. ആ സുമയ്യ ബീവിയുടെ പിന്മുറക്കാരാണ് ഓരോ ഉമ്മമാരും. ആ സുമയ്യ ബീവിയുടെ പിന്നിൽ അണിനിരക്കേണ്ടവരാണ് സഹോദരിമാരെ നിങ്ങൾ. നാളെ മഹ്ശറയിലേക്ക് എത്തുന്ന സമയത്ത് മുന്നിൽ സുമയ്യ ബീവിയുണ്ട്. സുമയ്യ ബീവിയുടെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി പറഞ്ഞാൽ ആ സഫിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാൻ ഏതെങ്കിലും രൂപത്തിലുള്ള അമലുണ്ടോ? ഏതെങ്കിലും രൂപത്തിലുള്ള കഥകൾ പറയാനുണ്ടോ? അവിടെ വെച്ചുകൊണ്ട് അഹദ് എന്നൊന്ന് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ സുമയ്യ ബീവിയുടെ ശരീരം ചിതറുമായിരുന്നില്ല. പക്ഷെ സുമയ്യ ബീവി പതറിയില്ലല്ലോ. ആ തണലാണ് ഇന്നത്തെ ഇസ്ലാം. എന്നാൽ ആ തണലല്ലേ നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുമധ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് ഔറത്ത് കാണിച്ചപ്പോൾ സുമയ്യ ബീവിയെ മറന്നുപോയില്ലേ? ഫാത്തിമ ബീവിയെ മറന്നുപോയില്ലേ? ആരാണ് മഹദിയായ ഫാത്തിമ ബീവി? ഫാത്തിമ ബീവിയെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്? എങ്ങനെയാണ് ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞവസാനിപ്പിക്കുന്നത്? അലിയാർ തങ്ങൾ പോലും പതറിപ്പോയ സമയമാണ് ഫാത്തിമ ഉമ്മയുടെ വഫാത്ത്. പിന്നീടൊരിക്കൽ ആ വിഷയം പറയാം. ഫാത്തിമ ബീവി അവസാനമായി ഭർത്താവിന് കൊടുത്ത ഉപദേശം എന്താണ്? ഓ പ്രിയപ്പെട്ട അലിയാരേ, എന്നെ രാത്രി സമയത്തെ നിങ്ങൾ മറമാടാവൂ. എന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്. എന്നെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ട് ഖബർസ്ഥാനിലോട്ട് കൊണ്ടുപോകുമ്പോൾ, ജന്നത്തുൽ ബഖീഇലോട്ട് കൊണ്ടുപോകുമ്പോൾ ഫാത്തിമയുടെ ഉയരം എത്രയാണ്, ഫാത്തിമയുടെ തടി എത്രയാണ് എന്ന് ഒരാളും അറിയാൻ പാടില്ല. ഫാത്തിമ ബിയുടെ വസിയത്താണ്. ഉടനെ തന്നെ അലി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ ഫാത്തിമ നടക്കുക? അതെങ്ങനെയാ നടക്കുക? ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയാണ് ഫാത്തിമയുടെ ഉയരവും തടിയും അറിയാതെ കൊണ്ടുപോവുക? ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു കൊടുത്ത വഴി, എത്യോപ്യക്കാരായ ആളുകൾക്കൊരു രീതിയുണ്ട്. എന്താണ്? അവർ ജനാസ കൊണ്ടുപോകുന്നത് ഒരു പായ പോലത്തെ വസ്തുവിലായിരിക്കുമെന്ന്. ഫാത്തിമ ബീവി പറഞ്ഞു കൊടുത്ത വഴിയാണ്. ജനാസ കഫംപുടയിൽ കഫൻ ചെയ്യുന്നു. അതിനുശേഷം ആ ജനാസയുടെ പുറത്ത് എന്ത് ചെയ്യുന്നു? ഒരു കഫംപുടയുടെ പുറത്ത് ഒരു പായ പോലത്തൊരു വസ്തു ഇങ്ങനെ വെക്കും. അത് വെച്ചാൽ ഉള്ളിൽ കിടക്കുന്ന ആളുടെ തടി എത്രയാണെന്നോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അളവ് എത്രയാണെന്നോ കൃത്യമായിട്ട് അറിയാൻ കഴിയൂല. പക്ഷെ ഇത് കൂട്ടി, കാഴ്ചയിൽ കൂട്ടി, എങ്ങനെയാണ് എന്നറിയാൻ കഴിയൂല. ഞങ്ങളുടെ നാടുകളിലേക്ക് ഇപ്പോഴും അങ്ങനെയുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പായയിൽ പൊതിയും. ആ പായയിൽ പൊതിഞ്ഞുകൊണ്ട് പിന്നെ അതിനൊരു ഈർക്കിലി, മരത്തിൻ്റെ ഒരു ഈർക്കിലി ഒക്കെ ശരിയാക്കി കുത്തും. അങ്ങനെ ആകുമ്പോൾ ആ മയ്യത്തിൻ്റെ വീതി എത്രയാണെന്നോ വണ്ണം എത്രയാണെന്നോ അറിയൂല. അത് ഫാത്തിമ ബീവിയാണ് ലോകത്തേക്ക് ആദ്യമായി പകർന്നു കൊടുത്തത്. നമ്മുടെ നാടുകളിലൊക്കെ ആ രീതിയുണ്ട്. ആ രീതി നിർബന്ധമായിട്ടും നമ്മൾ ശീലിക്കേണ്ട രീതിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മരണപ്പെട്ടാൽ ആ സ്ത്രീകളുടെ ജനാസയെ പുറത്തേക്കിറക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം.
കഫൻ ചെയ്യുക എന്ന് പറയുമ്പോൾ പരമാവധി ടൈറ്റാക്കിയിട്ടാണ് കഫൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ അളവ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ പുറത്തോട്ടിറക്കി വെക്കാൻ പാടില്ല. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് പുറത്തോട്ടിറക്കി ദുആ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടേത് വെക്കണ്ട എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത്. അല്ലെ ഉസ്താദുമാരെ? അങ്ങനെ പറയാം, സ്ത്രീകളുടെ ജനാസ പുറത്തോട്ടിറങ്ങി വെക്കരുത്, പുരുഷന്മാരുടേത് വെക്കണം. പുരുഷന്മാരുടേത് വെക്കണം. കാരണം പുതുമണവാളൻ ഇറങ്ങുമ്പോൾ മദ്യത്തിലിരുത്തി ഉയർന്നിട്ടാണല്ലോ വരിക. അങ്ങനെ ഇറക്കണം. പുതുമണവാളൻ ഇറങ്ങുന്ന സമയത്ത് പുതുമണവാട്ടി എവിടെയായിരിക്കും ഉണ്ടാവേണ്ടത്? ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. ഇപ്പം അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ പരമാവധി പെണ്ണും ചെറുക്കനും വീടിന്ന് പുറത്തോട്ട് ഇറങ്ങാണ് ഇന്നത് വരക്കാൻ വിളിച്ചാൽ ഞാൻ പരമാവധി ഒഴിവാകും. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഒഴിവാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മതി. കാരണം അവിടെ ചെന്ന് നമ്മൾ പെണ്ണിനും ചെക്കനും ഒരുമിച്ചിട്ട് ദുരക്കേണ്ടി വരും. പണ്ട് അങ്ങനെയല്ല. പണ്ട് പെണ്ണുള്ളിലുണ്ടാവുക, ദുരന്ന കഴിഞ്ഞ് ഒരുമിച്ച് അങ്ങോട്ട് പോവുക ചെയ്യുക. ഇപ്പം പിന്നെ അപൂർവ സ്ഥലങ്ങളിലെ ദ്വാരന്നേ ഉള്ളൂ, ബാക്കിയാണ് പോകലാണല്ലോ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പം ഈ രീതി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ സ്ത്രീകളെ പുറത്തോട്ട് ഇറക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ജമാഅത്തിൻ്റെ കീഴിൽ അങ്ങനെ ആക്കാം. ഞാൻ മുന്നേ പ്രസിഡന്റിനോട് ആ വിഷയം സംസാരിച്ചപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നടപ്പിലാക്കാമെന്ന് അദ്ദേഹം ഉറപ്പും തന്നിരുന്നു. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ആ ഒരു പായയിൽ പൊതിഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറക്കണം. അത് ഈ ഭാഗത്ത് കുറവാണ്. പക്ഷെ അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിൻ്റെ അളവും മറ്റു കാര്യങ്ങളും പുറത്തു കാണൂല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൊതുമധ്യത്തിലേക്ക് ഒരാൾ മരണപ്പെട്ടാൽ അയാളെ കാണുന്ന വിഷയത്തിൽ വലിയ ഗൗരവം വേണം. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിച്ച കാര്യമാണ്. ഒരു മയ്യത്തിനെ കാണൽ എന്താണ് അതിൻ്റെ വിധി? ഒരു മയ്യത്തിനെ കാണലിൻ്റെ വിധി എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താ വിധി? പറയൂ, നിങ്ങൾ കാണുന്ന ആളുകളാണല്ലോ. മയ്യത്തിനെ കാണലിൻ്റെ വിധി എന്താ? ഒരു ഉപകാരമില്ല. സുന്നത്തുണ്ടോ? ഇല്ല. ആലിമീങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ അവരെ കാണൽ സുന്നത്തുണ്ട്. അവരെ കണ്ട് മുഖം എന്നൊക്കെ കണ്ട് ബർക്കത്തെടുക്കൽ സുന്നത്തുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളെ കാണൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, കാണാൻ പറ്റാത്ത അയാളെ കാണൽ ഹറാമുമാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് കാണൽ അനുവദനീയമായ ആളുകൾക്ക് മാത്രമേ മരണപ്പെട്ടതിന് ശേഷവും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മയ്യത്തിനെ പ്രദർശനത്തിന് വെക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. മയ്യത്ത് നമ്മളെ എല്ലാം ചെയ്ത് കഫൊക്കെ ചെയ്ത് നമ്മൾ പുറത്തോട്ടിറക്കുമ്പോൾ ചോദിക്കും, ഇനി ആരെങ്കിലും കാണാണ്ടോ? ആ ചോദ്യം എന്തിനാ? അല്ലെങ്കിൽ മുറ്റത്തിറക്കിയിട്ട് നമ്മൾ ദ്വാരന്നതിന് ശേഷം ഉസ്താദ് ദ്വാരന്ന് സലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അടുത്തത് അടക്കാൻ പോവാണ്, ഇനി ആരെങ്കിലും കാണാണ്ടോ എന്ന് ചോദിക്കും. അടക്കാൻ പോണതിന് സാധനം മേടിക്കാണ്ടോ എന്ന് ചോദിക്കണ പോലെ. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താ? പള്ളിയിൽ കൊണ്ടുവന്നു പോലും ജനാസ നിസ്കാരത്തിന് ശേഷം മയ്യത്തിന്റെ മുഖം മാറ്റി കാണിച്ചു കൊടുക്കുന്ന രീതി ആര് പഠിപ്പിച്ചെന്ന രീതിയാ? എന്താണ് അതിന്റെ മംഫഅത്ത്? എന്താണ്? ഒരു മയ്യത്ത് ഒരാൾ മരണപ്പെട്ടാൽ അയാളോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എത്രയും പെട്ടെന്ന് ആ മയ്യത്തിനെ ഖബറിലേക്ക് എത്തിക്കലാണ്. എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തിക്കണം. അതിൽ അൽഹംദുലില്ലാ എനിക്ക് ഈ നാടിനോട് വലിയ സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ നാട്ടിൽ രാത്രിയിൽ മറവ് ചെയ്യുന്ന രീതി വളരെ കുറവാണ്. വൈകുന്നേരമൊക്കെ മറവ് ചെയ്താൽ രാവിലെ വരെ വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അൽഹംദുലില്ലാ വൈകുന്നേരം മറവ് ചെയ്താൽ എപ്പോഴാണോ ഖബറാവുക അപ്പോഴേക്ക് പെട്ടെന്നായി രാത്രിനെ മറവ് ചെയ്യുന്ന രീതി, അതൊക്കെ നല്ല രീതിയാണ്. പ്രോത്സാഹിപ്പിക്കേണ്ട രീതിയാണല്ല, ലറൂറത്തിൻ്റെ ഘട്ടത്തിൽ ആവേണ്ട രീതിയാണ്. മയ്യത്തിനെ വൈകുന്നേരം മരണപ്പെട്ട് 3 മണിക്ക് മരണപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ വരെ വെക്കുന്നതിനേക്കാൾ ഫ്രീസറിലൊക്കെ ഇട്ട് വെക്കുന്നത് നല്ല രാത്രി മറവിയൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മയ്യത്തിനെ ഒരു പ്രദർശന വസ്തുവാക്കി വെക്കുക, മയ്യത്തിനെ ഇങ്ങനെ കാണുക, അത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അശുദ്ധിയുള്ള സമയത്താണെങ്കിൽ ആ മയ്യത്തിനെ കാണരുത്. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. ഈ അശുദ്ധിയുള്ള സമയം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതെന്ന് ആരും കരുതരുത്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മെൻസസിൻ്റെ ടൈമുള്ള സമയത്താണ് അശുദ്ധി എന്ന് പറയുക. ഇതേ അശുദ്ധി പുരുഷനും വരും. പുരുഷന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കാതെ പോയാൽ പുരുഷനും ജനാപത്തുകാരൻ അശുദ്ധിക്കാരനാ. അപ്പം ആ പുരുഷനും കാണാൻ പറ്റില്ല. അത് സ്ത്രീക്കുള്ള വേർതിരിവൊന്നുമല്ല. ശുദ്ധിയുള്ളവർ കാണുക, ശുദ്ധിയില്ലാത്തവർ കാണാതിരിക്കുക. ഏറ്റവും നല്ലത് കാണാതിരിക്കലാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവസാനമായി കണ്ട മയ്യത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവസാനമായിട്ട് കണ്ടത് എനിക്ക് ഓർമ്മ ശരിയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ചെറിയ ഉസ്താദ്, അല്ലാഹു തആല ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ, ഉസ്താദ് വഫാത്തായ ഉസ്താദിനെ കണ്ടതാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ ഓർമ്മയിൽ. അതിനുശേഷം ഇവിടെ തന്നെ എത്രയോ ജനാസയിൽ പങ്കെടുത്തിട്ടുണ്ട്, എൻ്റെ നാടുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണുക എന്നൊരു സുന്നത്തായ രീതിയൊന്നുമല്ല. അതിൻ്റെ പേരിൽ തിരക്ക് കൂട്ടി അവസാനം ഇറക്കുന്ന സമയത്ത് കാണൽ, ആ രീതി ഒഴിവാക്കണം. മയ്യത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് മയ്യത്തിനെ ഖബറിലേക്ക് എത്തിക്കുക.
കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കരുത്. പുറത്തോട്ട് ഇറക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കഫൻ ഇവിടേക്ക് വെച്ച് ഇവിടെ കെട്ടി അത് ഫിനിഷിംഗ് ആക്കി പുറത്തോട്ട് വെക്കുക. അത് ദ്വാർന്നു കഴിഞ്ഞാൽ നേരെ എടുത്തുകൊണ്ട് പോവുക. ഈ രീതി വരണം. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഉമ്മമാരും നിങ്ങളൊക്കെ അത് വസിയത്ത് തന്നെ ആക്കിക്കോളൂ. എന്നൊരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയണം. എന്നൊരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പ്രത്യേകം പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയാണ് ഞാൻ പറഞ്ഞത്. ഈ പരിശുദ്ധിയാണ് ഇത് നമ്മളൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ കാണിച്ചു തന്ന വഴി അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിലോട്ട് വരച്ച് കാണിച്ചു വന്ന വഴിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഉപ്പമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ നിന്ന് വളർത്തിയെടുത്തു വന്ന പരിശുദ്ധ ദീനാണ്. ആ ദീനിൻ്റെ ദുനിയാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണയം വെക്കല്ലേ. ആ ദുനിയാവിനെ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണയം വെക്കല്ലേ. കാലഘട്ടം എത്ര മാറിക്കഴിഞ്ഞാലും ഹറാമുകൾ ഹറാമു തന്നെയാണ്. ഹറാമുകൾ തീരുമാനിക്കുന്നത് ഏതെങ്കിലും പണ്ഡിതനല്ല, സമസ്തയുടെ മുശാവറകളല്ല, പണ്ഡിത സഭകൾ ചേർന്നുകൊണ്ടല്ല, മറിച്ച് ദീനിന്റെ വിധവിലക്കുകൾ തീരുമാനിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു ഹറാമാക്കിയതിനെ അനുവദനീയമാക്കാൻ ഒരാൾക്കും അധികാരമില്ല. അല്ലാഹു അനുവദനീയമാക്കിയതിനെ ഹറാമാക്കാനും ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് എന്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണെങ്കിലും ഹറാമിലേക്ക് വഴിപ്പെടുന്ന സമയത്ത് ഓർക്കണേ, ചെന്ന് നിൽക്കാനുള്ളത് സിദ്ദീഖ് തങ്ങളുടെ സഫിൻ്റെ പിറകിലാണ്. സുമയ്യ ബീവിയുടെയും ഫാത്തിമ ബീവിയുടെയും സഫിൻ്റെ പിറകിലാണ്. അവിടെ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കണേ. അങ്ങനെ ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പോരാട്ടങ്ങൾ സിദ്ദീഖ് തങ്ങളുടെയോ സുമയ്യ ബീവിയുടെയോ അതല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ചരിത്രങ്ങളിലോ അവസാനിച്ചതല്ല. പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിന്റെ വളർച്ചയിൽ മുഴുവനും ഈ കഷ്ടപ്പാടുകളുണ്ട്. ഇസ്ലാമിന്റെ വളർച്ചയിൽ മുഴുവനും ഈ യാതനകളുണ്ട്. സമയത്തിന്റെ കുറവ് കാരണം ഞാൻ എല്ലാത്തിലോട്ടും വിശദീകരിച്ചു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ശഅബ് ബിൻ അബി ത്വാലിബ്, ആ താഴ്വരക്ക് പോലും അവരവിടെ എല്ലാ രൂപത്തിലും വിലക്ക് കൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്നവരിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അവരിൽ നിന്ന് ഒരു കച്ചവടം പോലും അവരിലോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടത്താൻ പാടില്ല എന്ന പ്രഖ്യാപനങ്ങൾ വരെ അന്ന് മക്കയിൽ നിലനിന്നിരുന്നു. എന്നാൽ അവിടെയൊന്നും പരിശുദ്ധ ഇസ്ലാം പതറിയിട്ടില്ല, അവിടെയൊന്നും ഇസ്ലാം പിന്നോട്ട് വെച്ചിട്ടില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ വളർച്ച നൽകിയത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ആ സമയത്തും ഹബീബായ തങ്ങളെ സ്നേഹത്തോടുകൂടി സമീപിച്ചു, സ്നേഹത്തോടുകൂടി എല്ലാവരോടും സംസാരിച്ചു നിന്നു. അങ്ങനെ 38 എണ്ണത്തിൽ നിന്ന് ഇസ്ലാമിന്റെ എണ്ണം വളർന്നു വന്നു. ആ വളർച്ചയുടെ ഘട്ടത്തിലാണ് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് രൂപത്തിലാണെങ്കിലും ഒന്ന് ഒതുക്കണം എന്ന് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുക്കുന്നതിനു വേണ്ടി ദാറുന്നദവയിൽ ഒരു ഗൂഢാലോചനയുടെ ഒരു യോഗം ചേരുകയാണ്. മക്കയിലെ പ്രമുഖരായ എല്ലാവരുമുണ്ട്. അബൂജഹലാണ് യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത്. യോഗത്തിന്റെ അജണ്ട എന്താണ്? എങ്ങനെയാണ് മുഹമ്മദിനെ ഒന്ന് വകവരുത്തുക? മുഹമ്മദിന്റെ ദീൻ ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ആ ദീനിനെ ഒന്ന് ആ ദീനിനെ ഒന്ന് ഇല്ലാണ്ടയാക്കുക എന്നുള്ള ചർച്ച ഇങ്ങനെ കൊടുമ്പിനി കൊള്ളുകയാണ്.
ആ സമയത്ത് ആ ചർച്ചയുടെ ഇടയിലേക്ക് ഒരു കിളവനായ ഒരാൾ കടന്നു വരികയാണ്. ആ മനുഷ്യൻ പറയുന്നു, അനമിൻ നജിദ് സമിഅതു, അതേ അനമിൻ നജിദ്, ഞാൻ നജിദിൽ നിന്നാണ് വരുന്നത്. സമിഅതു ഇജ്തിമാഅകും, നിങ്ങൾ ഇവിടെ ഒരു യോഗം ചേരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. നിങ്ങളിവിടെ ഒരു യോഗം ചേരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. എനിക്ക് അത്യാവശ്യം വയസ്സൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഉപദേശങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കും, നിങ്ങൾ ചർച്ച തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഉപദേശങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കും, നിങ്ങൾ ചർച്ച തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച ആരംഭിക്കുകയാണ്. അതിലുള്ള അബുൽ ബഖ്തരി എന്ന് പറയുന്ന ആളുകൾ പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, വലിയ ചുമരുകളുള്ള ഒരു മുറി ഉണ്ടാക്കാം. ആ മുറിയിൽക്ക് ഒരു വാതിലുകളില്ലാതെ, ഒരു ജനാലയില്ലാതെ വലിയ ഒരു മുറി ഉണ്ടാക്കാം. ആ മുറിയുടെ ഉള്ളിൽ കൊണ്ടുപോയി മുഹമ്മദിനെ വെക്കാം. എന്നിട്ട് നമുക്ക് ആകാശത്തിലൂടെ മുഹമ്മദിന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒരാളും മുഹമ്മദിനെ കുറിച്ച് കേൾക്കൂല, ഒരാളും മുഹമ്മദിനെ കാണുകയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരാശയം പറഞ്ഞപ്പോൾ ഈ കിളവനായ ആൾ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മുഹമ്മദിന്റെ അനുയായികൾ വന്ന് നിങ്ങളോട് യുദ്ധം ചെയ്ത് മുഹമ്മദിനെ എടുത്തുകൊണ്ട് പോകും. അതൊക്കെ തകർത്ത് അവരെന്ത് ചെയ്യും, എടുത്തുകൊണ്ട് പോകും. കാരണം ഈ യോഗം നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലോട്ട് വന്നപ്പോഴാണ്. അതുവരെ യോഗം നടന്നിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലോട്ട് വന്നപ്പോഴാണ് ഈ യോഗം നടക്കുന്നത്. അതുവരെ യോഗം നടന്നില്ല. അപ്പോൾ ഉമർ തങ്ങളുടെ നേതൃത്വത്തിൽ 4 ആളുകൾ റസൂലുള്ളാഹിനെ കൊണ്ടുപോകാൻ വന്നാൽ കൊണ്ടുപോകും എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. അപ്പൊ രണ്ടാമതൊരാളുടെ അഭിപ്രായം പറഞ്ഞു, ഹിശാം ബിൻ അംറുടെ അഭിപ്രായം പറഞ്ഞു, നമുക്കെന്ത് ചെയ്യാം, ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി നാട് കടത്താമെന്ന് പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലോട്ട് നാട് കടത്താമെന്ന് പറഞ്ഞു. അപ്പോഴീ കിളവൻ പറഞ്ഞു, അത് വേണ്ട, ഈ മനുഷ്യന് മുഹമ്മദിനെ നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി ഒരു നാട്ടിലോട്ട് നാട് കടത്തുമല്ലോ, അവിടെ ചെല്ലുമ്പോൾ അവിടെയും മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് അവിടെ ആൾക്കാർ കൂടും, അങ്ങനെ ആ ആൾക്കാർ വന്ന് മക്കക്കാരെ നിങ്ങൾ ആക്രമിക്കും, അതുകൊണ്ട് അതും വേണ്ട എന്ന് പറഞ്ഞു. ഈ രണ്ടാശയവും അയാൾ എന്ത് ചെയ്തു, ഇല്ലാണ്ടാക്കി. മൂന്നാമത് കൂട്ടത്തിലെ കേമൻ ആര്? അബൂജഹൽ ഒരാശയം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മക്കയിലുള്ള എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകളും അതിൽ നിന്ന് ഓരോ ആളുകൾ രംഗത്തേക്ക് വന്ന് എല്ലാ ആളുകളുടെ കയ്യിലും ഓരോ വാള് കൊടുക്കാം, എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് മുഹമ്മദിനെ അങ്ങ് കൊല്ലാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇയാൾ പറഞ്ഞു, സ്വദഖത ഹാദൽ ഫത, ആ പറഞ്ഞതൊരു കാര്യമാണ്, ആ യുവാവ് പറഞ്ഞതൊരു കാര്യമാണ്. ആര്? അബൂജഹൽ പറഞ്ഞ ആ വിഷയം അത് നമുക്ക് ഓക്കെ ആക്കാം, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കിളവനാരാ? ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ് ഇതെല്ലാം വന്ന് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു, അബൂജഹലിന്റെ അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കുന്നു. അങ്ങനെ അതേ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും പ്രമുഖരായ യുവാക്കളെ കണ്ടെത്തുന്നു. ഓരോ യുവാക്കളുടെ കയ്യിലേക്കും ആയുധം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാനുള്ള തീരുമാനം വരികയാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ ഹബീബിനെ സംരക്ഷിക്കാൻ അല്ലാഹുവിന് അറിയാമല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രമുഖരായ കുറച്ചാളുകൾ മാത്രമാണ് അന്ന് മക്കയിലുള്ളത്. കുറച്ചാളുകൾ മുമ്പേ ഹിജറ പോയി പലായനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകൾ ഹിജറ പോയ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയേ, ഞാൻ ഹിജറ പോണോ നബിയേ? ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കിട്ടുകയാണ്, ലാ തഅജൽ, ഓ ധൃതി വേണ്ട, ലഅല്ലല്ലാഹ യജിദു ലക സ്വാഹിബാ, നിങ്ങൾക്ക് ഹിജ്റ പോകാൻ നല്ലൊരു കൂട്ടുകാരനെ അല്ലാഹു സംവിധാനിച്ചേക്കാം.
അതുകൊണ്ട് നിങ്ങൾക്ക് ധൃതി വേണ്ട. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ആ കാര്യത്തിൽ മാത്രം പിന്നിലായി. ബാക്കി എല്ലാ കാര്യത്തിലും സിദ്ദീഖ് തങ്ങൾ ഒന്നാമൻ. സ്വതക്ക വെച്ചാൽ അതിലുണ്ടാകും, എന്തിനു വെച്ചാൽ മുന്നിലുണ്ടാവും. ഹിജ്റ പോയ സമയത്ത് ആദ്യം പോയ സംഘത്തിന്റെ കൂടെ സിദ്ദീഖ് തങ്ങൾ പോയിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ അവിടെ നിൽക്കാം. അങ്ങനെ മക്കയുടെ ഓരോ കോണുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ വകവരുത്തണം എന്ന ചർച്ച നടക്കുകയാണ്. ഓ എൻ്റെ സ്നേഹജനങ്ങളെ, നിങ്ങൾ എൻ്റെ കൂടെ മക്കയിലോട്ടൊന്നു വരണേ. അങ്ങനെ എല്ലാ ദിവസവും സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ ആയാൽ സിദ്ദീഖിനെ കാണാൻ വരുന്നു. വൈകുന്നേരമായാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരാറുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെയാണ് വരുന്നത്, ചില ദിവസങ്ങളിൽ വൈകുന്നേരമാണ് വരുന്നത്. എന്നാൽ ഒരു ദിവസം അതാ സൂര്യനിങ്ങനെ അതിൻ്റെ രൗദ്രഭാവം പുറത്തെടുത്തുകൊണ്ട് ആകാശത്തിങ്ങനെ ഉദിച്ചു നിൽക്കുന്ന നട്ടുച്ചരംഗത്തതാ സൂര്യന്റെ പ്രശോഭിതയെ തോൽപ്പിക്കുന്ന പ്രഭയുമായിട്ട് മരുഭൂമിയിലൂടെ ഒരാളിങ്ങനെ നടന്നു വരികയാണ്. ആ വീട്ടിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയാണ്. പ്രിയപ്പെട്ട മകളായ അസ്മാ റളിയല്ലാഹു തആല അൻഹയും പുറത്തേക്ക് നോക്കുകയാണ്. ദൂരെ ദൂരെ ഒരാൾ കടന്നു വരുന്നുണ്ട്. ഒന്നുകൂടി അടുത്തെത്തിയപ്പോഴേക്ക് മനസ്സിലായി, ആ വരുന്നതാരാണ്? അൽ അമീൻ, അൽ അമീനായ നബിയാണ്. ഉടനെ തന്നെ സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരികയാണ്. എല്ലാ ദിവസവും രാവിലെയാണല്ലോ ഇവിടേക്ക് വരാറുള്ളത്, അല്ലെങ്കിൽ വൈകുന്നേരമാണല്ലോ ഇവിടേക്ക് വരാറുള്ളത്. എന്നാൽ ഇന്നെന്താണ് പതിവില്ലാതെ ഉച്ചയുടെ സമയത്ത് കടന്നു വരുന്നത്? അങ്ങനെ റസൂലുള്ളാഹിനെ കാത്ത് 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 നിന്ന് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടെ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിദ്ദീഖ്, അല്ലാഹു എനിക്ക് ഹിജ്റ പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടേ. സിദ്ദീഖേ, മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ, മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ അല്ലാഹു എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടേ. ഉടനെ തന്നെ സിദ്ദീഖ് തങ്ങളുടെ മുഖം മാറുകയാണ്. മക്ക വിട്ട് മദീനയിലേക്ക് ഹബീബായ തങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് ചിന്തകളൊന്നും വരുന്നില്ല. മക്ക ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്, ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയാണ്. പക്ഷേ ആ സമയത്തൊരു കുഞ്ഞിനെ പോലെ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറയുന്നു, അസ്സുഹബത യാ റസൂലല്ലാഹ്, ഒറ്റയ്ക്ക് പോകല്ലേ നബിയേ. സിദ്ദീഖിനെ മക്കയിൽ നിർത്തി അങ്ങ് തനിച്ചു പോകല്ലേ നബിയേ. അങ്ങ് മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൂടെ ചേർക്കാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും പറയുന്നില്ല. അല്പസമയം ഹബീബായ തങ്ങളൊന്നും മിണ്ടുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് ഹബീബായ തങ്ങളാ പറയുകയാണ്, നഅം അസ്സുഹബത യാ സിദ്ദീഖ്, ഓ സിദ്ദീഖേ, നിങ്ങളും എൻ്റെ കൂടെ മദീനയിലേക്ക് വരണേ. ഇത് കേട്ടപാട് സിദ്ദീഖ് തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സന്തോഷത്തോടുകൂടെ ഒരാൾ ഇത്രക്കധികം കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. കാരണം റസൂലുള്ളാഹി ഇല്ലാത്ത മക്ക സിദ്ദീഖ് തങ്ങൾക്ക് കഴിയൂല. ഹബീബില്ലാത്ത മക്കയിൽ എങ്ങനെയാണ് സിദ്ദീഖ് തങ്ങൾ വസിക്കുന്നത്?
അത് സിദ്ദീഖ് തങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അങ്ങനെ രണ്ടാളുകളും യാത്രക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ പെർമിഷൻ കിട്ടിയ സമയത്ത് നല്ല 2 വാഹനങ്ങൾ മേടിച്ചു വെക്കുകയാണ്. ഒരു വാഹനം റസൂലുള്ളാഹിക്കാണ്, മറ്റൊരു വാഹനം ആർക്കാണ്? സിദ്ദീഖ് തങ്ങൾക്കാണ്. നിരന്തരമായ ചർച്ചകൾ, എല്ലാ രൂപത്തിലുമുള്ള ക്രമീകരണങ്ങൾ, ഇതെല്ലാം നടത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയോട് യാത്ര പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നു. മക്ക വിട്ട് മദീനയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. വിശാലമായി പറയേണ്ടതാണ്. റസൂലുള്ളാഹിന്റെ ഹിജറ ഞാനൊരു 10 മണിക്ക് അവസാനിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. വിശാലമായി പറയേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ചരിത്രങ്ങളൊന്ന് കേട്ടു നോക്കൂ. സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നടന്ന് നീങ്ങുന്നത് എവിടേക്കാണ്? സൗർ മലയിലേക്കാണ്. അതേ പരിശുദ്ധ ഭൂമിയിൽ പോയവർക്കറിയാമല്ലോ, ആ മലയുടെ ഉയരം എത്രയാണെന്നറിയാമല്ലോ. ഇന്ന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ നടന്ന് നീങ്ങി പല വഴികളും മൃദുവായിട്ടുണ്ട്. എന്നാലന്ന് ഒരാൾ പോലും കയറാത്ത ആ മലയുടെ മുകളിലോട്ട് സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നടന്നു കയറുകയാണ്. പക്ഷേ നടത്തം വേഗത വർദ്ധിപ്പിക്കേണ്ട സമയമായി. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ആന് നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിയെ നടക്കുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് തങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ശത്രുക്കൾ പിന്നാലെ വരുന്നുണ്ടല്ലോ നബിയേ, പിന്നെ എന്താണ് അങ്ങിങ്ങനെ പതിയെ വേച്ച് നടക്കുന്നത്? ആ സമയത്ത് റസൂലുള്ള പറയാണ്, സിദ്ദീഖേ, ഞാൻ ഒരുപാട് സമയമായില്ലേ നടക്കുന്നു. എൻ്റെ ചെരുപ്പ് ചെരുപ്പിൻ്റെ അടിഭാഗത്തുള്ള ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഈ മലയിലുള്ള കല്ലുകൾ എൻ്റെ കാലിലേക്ക് കുത്തിക്കയറിയിട്ട് രക്തം വരുന്നുണ്ട്. എനിക്ക് നടക്കാൻ കഴിയുന്നില്ല സിദ്ദീഖ്, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല സിദ്ദീഖ്. ഉടനെ തന്നെ സിദ്ദീഖ് തങ്ങൾ തിരിഞ്ഞ് നടക്കുകയാണ്. ഹബീബായ തങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. നബിയേ, അങ്ങീ ചുമലിലേക്കൊന്ന് കയറണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് തങ്ങൾ നേരെ ചുമലിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് ആ വലിയ പർവ്വതം ഇങ്ങനെ റസൂലുള്ളാഹിയെയും വഹിച്ചുകൊണ്ട് കയറുകയാണ്. സിദ്ദീഖ് തങ്ങൾക്കതൊരു ഭാരമല്ല, സിദ്ദീഖ് തങ്ങൾക്കതൊരു ഭാരമല്ല. കാരണം മുതുകിലിരിക്കുന്നത് എൻ്റെ ഹബീബാണ്, ലോകത്തിൻ്റെ അമീനാണ്, അല്ലാഹുവിൻ്റെ ഹബീബാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സിദ്ദീഖ് തങ്ങൾക്കൊരു ഭാരമല്ലല്ലോ. അവിടെ പോയ ആളുകൾക്കറിയാം ആ മല എത്ര വലുതാണെന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഹിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ഒറ്റയ്ക്ക് കയറിപ്പോയി. കഴിഞ്ഞോ ഇല്ല. ആ മലയുടെ മുകളിലോട്ട് കയറിയ മറ്റൊരു വനിത കൂടിയുണ്ട് ചരിത്രത്തിൽ. ആരാണ്? സയ്യിദത്തുന അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണ് ആര്? അസ്മാ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി അറിയൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി. അസ്മാ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് 1-2 ദിവസം വഅദ് പറയാനുണ്ട്. അസ്മാ ബീവിയേക്കാണ് ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തത്. അസ്മാ ബീവിക്കാണ് ഫുഡ് എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി അസ്മാ ബീവിക്കാണ്. അങ്ങനെ അസ്മാ ബീവി എല്ലാ ദിവസവും ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരിക്കലും ഫുഡ് ഈ യാത്ര 3 ദിവസം അവിടെ എത്തിയിട്ട് വ്യാഴാഴ്ച അവിടെ എത്തിയിട്ട് പിന്നെ ശനിയാഴ്ചയോ അതോ ഞായറാഴ്ചയാണ് അവിടുന്ന് മദീനയിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്.
ആ യാത്ര ആരംഭിക്കാൻ നേരത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് രണ്ടാളുടെയും ഒട്ടകത്തിൻ്റെ പുറത്ത് ഭക്ഷണം കെട്ടി വെച്ചു കൊടുക്കാൻ അസ്മാ ബീവി പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ആലോചിച്ചത്, ഭക്ഷണം കെട്ടാനുള്ള കയറെടുത്തിട്ടില്ല. ഭക്ഷണം കെട്ടാനുള്ള കയറ് വെപ്രാളത്തിലെടുത്തില്ല. അസ്മാ ബീവി നേരെ ആ സമയത്ത് ഒരു ഹദീസിൽ കാണുന്നത് തൻ്റെ അരപ്പട്ട എടുത്ത് മുറിച്ച് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്, ആ ഭക്ഷണം കെട്ടി കൊടുത്തയച്ചു. വേറൊരു സ്ഥലത്ത് മേൽത്തട്ടത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് അതെടുത്ത് കെട്ടിയിട്ട് ബാക്കിയുണ്ട് ശരീരം മറച്ചുപോയി എന്നുള്ളതാണ് സയ്യിദത്തുന അസ്മാ റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെയാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താലോലിച്ചത്. ഇങ്ങനെയാണ് അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം നടത്തിയത്. അങ്ങനെ ദീർഘമായ യാത്ര പോവുകയാണ്. വഴിയിൽ സമയത്തും ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ അത്ഭുതങ്ങളും നമുക്ക് ധാരാളം സമയം വഅള് പറയാനുണ്ട്. അങ്ങനെ അല്ലാ ആ യാത്രയിലുടനീളം എന്തൊരു മനോഹരമായ യാത്രയാണ്. ഹബീബായ തങ്ങളും ഇങ്ങനെ നടക്കുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങൾ അല്പം മുന്നിലോട്ടോടുകയാണ്, പിന്നീട് അല്പം പിന്നിലോട്ടോടുകയാണ്. എന്തിനാണ് സിദ്ദീഖേ മുന്നിലോട്ടോടുന്നത്, എന്തിനാണ് സിദ്ദീഖേ പിന്നിലോട്ടോടുന്നത് എന്ന് ചോദിച്ച സമയത്ത് അല്ലാ സിദ്ദീഖ് തങ്ങളുടെ മറുപടി എന്താണ്? നബിയേ, ഞാൻ മുന്നിലോട്ടോടുന്നത് എന്തിനാണെന്നറിയുമോ? അങ്ങനെ നടക്കാനുള്ള വഴികളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കുഴികളുണ്ടോ, മുള്ളുകളുണ്ടോ, കല്ലുകളുണ്ടോ എന്ന് നോക്കാനാണ്. അങ്ങയുടെ ശരീരത്തിൽ എവിടെയും ഒരു കല്ല് തറക്കുന്നത് സിദ്ദീഖിന് സഹിക്കൂലല്ലോ. ഞാൻ പിന്നിലേക്കോടുന്നത് ഏതെങ്കിലും ശത്രുക്കൾ അങ്ങയെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ഇത്ര വലിയ പ്രണയത്തിൻ്റെ അധ്യാപനങ്ങളെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാഴ്ചവെച്ചവരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതേ ദിവസങ്ങൾ കടന്നു ചെല്ലുകയാണ്. ആകാശലോകം നൃത്തത്തിലേക്ക് ചവിട്ടുന്ന സമയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും ലോകം കാത്തിരിക്കുന്ന സമയമാണ്. റബീഉൽ അവ്വൽ 12ന്റെ ദിവസത്തോട് ചേർന്ന് നിൽക്കുന്ന ദിനങ്ങളാണ്. റബീഉൽ അവ്വൽ 12ന്റെ ദിനത്തിന് വലിയ പ്രത്യേകതകളുണ്ടല്ലോ. ഇഹ്തസ്സൽ അർശു തുറബം വസ്തിബ്ശാറാ വസാദൽ കുർസിയു ഹൈബതം വവഖാറാ വംതലഅതിസ് സമാവാതു അൻവാറാ വലജ്ജത്തിൽ മലായികതു തഹ്ലീലം വസ്തിഗ്ഫാറാ. റബീഉൽ അവ്വൽ 12ന് ലോകത്തിൻ്റെ നേതാവ് ലോകത്തേക്ക് അവതരിച്ച സമയത്ത് ആകാശ ലോകത്ത് സംഭവിച്ച അത്ഭുതങ്ങളല്ലേ എണ്ണിപ്പറഞ്ഞത്. ഇഹ്തസ്സൽ അർശു തുറബം വസ്തിബ്ശാറാ. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശും കുർസിയും അഭിമാനത്തോടുകൂടി വലിയ രൂപത്തിലേക്ക് വലിയ രൂപം പ്രാപിക്കുകയാണ്. വസാദൽ കുർസിയു ഹൈബതം വവഖാറാ. ഞങ്ങളുടെ കീഴിൽ ലോകത്തിൻ്റെ നേതാവ് ജനിക്കുകയാണല്ലോ എന്ന സന്തോഷത്തിൽ വലിയ ആനന്ദത്തിലാണ്. വംതലഅതിസ് സമാവാതു അൻവാറാ. ആകാശലോകത്ത് എല്ലാ നിലക്കും വിളക്കുകൾ തെളിയിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിലുള്ളതുപോലെ ധാരാളം വിളക്കുകൾ ആകാശലോകത്തിങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. വലജ്ജത്തിൽ മലായികതു തഹ്ലീലം വസ്തിഗ്ഫാറാ. ആനന്ദത്തിൽ സന്തോഷത്തിൽ മലക്കുകൾ ആകാശത്ത് നിന്ന് തഹ്ലീലുകൾ ചൊല്ലി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി ഇങ്ങനെ നൃത്തം വെക്കുന്ന രാവാണ്. അതുപോലത്തെ ഒരു റബീഉൽ അവ്വൽ 12ന്റെ പുലരിയോടടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും മദീനയിൽ ഒരാൾക്കൂട്ടം തെളിയുകയാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ്
കഴിഞ്ഞാൽ അവർ മദീനയുടെ അതിർത്തിയിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഹറ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹബീബ് വരുന്നുണ്ട് എന്ന വാർത്ത അവർ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും സുബ്ഹി കഴിഞ്ഞാൽ അവരവിടെ ചെന്നുകൊണ്ട് ഇങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. ഒരു പ്രകാശം അവിടെ തെളിയാനുണ്ടോ? അവിടുന്ന് ഒരു പ്രകാശം കടന്നു വരുന്നുണ്ടോ? ഇല്ല ഇല്ല. ആരെയും കാണാതെയാകുമ്പോഴേക്ക് അതേ നട്ടുച്ചയാകുമ്പോൾ വീണ്ടും അവർ തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം വീണ്ടും അവർ രാവിലെ വരികയാണ്. ഉച്ചയാകുമ്പോൾ വീണ്ടും തിരിച്ചു പോകുന്നു. അടുത്ത ദിവസവും അവർ ഹബീബിനെ കാത്തു വരികയാണ്. റസൂലുള്ളാഹിനെ കാണാതെയാകുമ്പോൾ തിരിച്ചവിടേക്ക് തന്നെ ചെല്ലുകയാണ്. അങ്ങനെ ഒരു ദിവസത്തിൽ അതാ നട്ടുച്ചയുടെ സമയത്തെല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു പോയി. ഇന്നും ഹബീബ് വന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദീനയുടെ അതിർത്തിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. യാ ബനീ ഖൈല, ഓ മദീനക്കാരേ, ഹാദാ ജദ്ദുകും ഖദ് ജാ, നിങ്ങൾ കാത്തിരുന്ന വസന്തമിതാ വന്നിരിക്കുകയാണ്. മദീനയുടെ അതിർത്തിയിൽ അല്ലാഹ് സൂര്യൻ ഉദിച്ചിട്ടുണ്ടേ. നിങ്ങൾ ദൂരേക്കൊന്ന് നോക്കണേ. വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പ്രഭാവം പോലെ മദീനയിലേക്ക് അതാ കടന്നു വരികയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. എല്ലാവരും ഒന്നെഴുന്നേറ്റ് നിന്നേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ മണ്ണിലേക്ക് വരുന്ന സമയത്ത് മദീനയിലുള്ള എല്ലാ ഉമ്മമാരും പുറത്തേക്ക് വരികയാണ്. ഓരോ കുട്ടികളും പുറത്തേക്ക് വരികയാണ്. പ്രായം ചെന്നവരും എല്ലാവരും പുറത്തേക്ക് വരികയാണ്. ഓരോ കുട്ടികൾ ഇങ്ങനെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ദഫ് ചവിട്ടുകയാണ്. ഓരോ ആളുകൾ സന്തോഷത്തോടെ ഹബീബിനെ കാത്ത് 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 നിൽക്കുകയാണ്. അല്ലാ 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 ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. അല്ലാ 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 अल्लाह अल्लाह तेरे नस्ले पाक में है बच्चा बच्चा नूर का, तू है आईने नूर तेरा सब घराना नूर का. अल्लाह 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 अल्लाह. മദീനയുടെ മണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയാണ്. ഓരോ ആളുകളും ഹബീബിനെ വീട്ടിലോട്ട് കയറ്റി കൊണ്ടുപോവുകയാണ്. അല്ലാ അല്ലാ. റബീഉൽ അവ്വൽ 12 ഏറ്റവും മനോഹരമായ സമയമായിരുന്നു അത്. അങ്ങനെ ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലമ തങ്ങൾ മദീനയുടെ രാജകുമാരനായി മദീനയുടെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരുപാട് യാതനകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തുന്നത്. പിന്നീട് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രൗഢമായ കാലമായിരുന്നു. പിന്നീട് മക്കം ഫതഹിൻ്റെ ചരിത്രം നമുക്കറിയാം. മദീനയിൽ എല്ലാ മനുഷ്യരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. മദീന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ 1000 വർഷം മുമ്പ് മദീനയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വെള്ളത്തിൻ്റെ തടാകം മാത്രമാണ്.
നബി തങ്ങൾ വരുന്നതിന് മുമ്പ് ആകെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഒരു തടാകം മാത്രമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് മദീന മുഴുവനും മാറി വിശാലമായി പറയേണ്ട വലിയൊരു ചരിത്രമാണ്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാത്രം എങ്ങനെയാണ് മദീനയെ സംവിധാനിച്ചു വെച്ചത് എന്നതാണ് നമുക്കവിടെ പറയാനുള്ളത്. ഇപ്പം നമുക്ക് സമയമില്ല, വിശാലമായി പറയേണ്ട ഒന്നാണ്. കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹു തആല എത്ര പ്ലാനഡ് ആയിട്ടാണ് മദീനയെ പ്ലാന്റ് ചെയ്തെടുത്തത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീടൊരിക്കൽ നമുക്ക് പറയാം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിൻ്റെ വഴിയിലൂടെയാണ് കടന്നു വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന അതേ രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ മുറുകെ പിടിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ വഴി എന്താണ്? രണ്ടാമത്തെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയമമാക്കിയ കാര്യങ്ങളെ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഒരു നിയമം പറഞ്ഞാൽ പിന്നെ അതിൽ രണ്ടാമതൊരു വർത്താനം പറയാൻ നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പം മഹബ്ബത്തിൻ്റെ രണ്ടാമത്തെ വഴി എന്താണ്? നബി തങ്ങൾ നിയമമാക്കിയ കാര്യങ്ങളെ അതേ രൂപത്തിൽ എന്ത് ചെയ്യുക? നിയമമാക്കി നമ്മൾ കൊണ്ടു നടക്കുക. മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ എന്താ? നസ്റു ദീനിഹി ബിൽ ഖൗലി വൽ ഫിഅലി. നമ്മുടെ ദീൻ, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്ക് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ സഹായിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ സഹായിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മഹബ്ബത്തിൻ്റെ വഴിയാണ്. ദീനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ദീനിന് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ദീനിനെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കാം. അത് വാക്കുകൊണ്ടാവാം, ദീനിന് വേണ്ടി ശബ്ദിക്കാനുള്ള വാക്ക് ദീനിനുള്ള സഹായമാണ്. പ്രവൃത്തി കൊണ്ടാകാം, സമ്പത്ത് കൊണ്ടാവാം, എല്ലാം കൊണ്ടുമാകാം. ഇങ്ങനെ എന്തുകൊണ്ടും ദീനിനെ നമുക്ക് സഹായിക്കാൻ കഴിയോ ആ രൂപത്തിലൊക്കെ നമ്മൾ ദീനിനെ സഹായിക്കാൻ പറ്റണം. നീ സ്വീകരിക്കണം അല്ലാ, നീ ഖബൂലാക്കണം അല്ലാ. നമുക്കൊന്ന് ദുആ ചെയ്യണ്ടേ? പുരുഷന്മാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വരണം, നമുക്കൊന്ന് ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഒരാൾ സൗണ്ടൊക്കെ നൽകിയിട്ടുണ്ട്. 47 എന്നല്ല 57 ഇന്ത്യ അടുത്തുണ്ട് കണക്കുകാരൻ, നമ്മുടെ പരിപാടിയാണല്ലോ. الحمد لله رب العالمين. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. يا ربنا ഞങ്ങളുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതിനെ കബൂലാക്കണം അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആനുകൾ സ്വീകരിക്കുക അല്ലാ. ഞങ്ങൾ പറഞ്ഞ മദ്ഹുകൾ കേട്ട മദ്ഹുകൾ നീ സ്വീകരിക്കണം അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് അല്ലാ, മഹബ്ബത്തില്ലാത്തവരാണ് അല്ലാ. എന്നാലും ഹൃദയാന്തരങ്ങളിൽ ഹബീബായ തങ്ങളുണ്ട് അല്ലാ. റസൂലുള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നനയാറുണ്ട് അല്ലാ. ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ കൽബ് ഇടറാറുണ്ട് അല്ലാ. മദീനയെ കുറിച്ച് കേൾക്കുമ്പോൾ കൽബ് മദീനയിലെത്താറുണ്ട് അല്ലാ. വദന നിലാവിൻ്റെ അഴകാണ് ഞങ്ങളുടെ ഹബീബ്. റസൂലുള്ളാഹിന്റെ പുഞ്ചിരിക്കെന്തൊരഴകാണ്, അവിടുത്തെ പുഞ്ചിരിക്കെന്തൊരു വർണ്ണനയാണ്, അവിടുത്തെ നടത്തം എന്തൊരു രസമാണ്, അവിടുത്തെ വിയർപ്പ് കണങ്ങൾക്ക് പോലും പ്രകാശമാണ്, അവിടുത്തെ വിയർപ്പ് കണങ്ങൾക്ക് പോലും മിസ്കിൻ്റെ ഗന്ധമാണ്, അവിടുത്തെ സാമീപ്യം പോലും സ്വർഗമാണ്, അവിടുത്തെ പുഞ്ചിരി പോലും പരിമളമാണ്. ആ റസൂലുള്ളാഹിനെ ഒരുപാട് 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 കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത്
അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹിനെ ആലോചിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് രാത്രിയിൽ ഹബീബിനെ കാണിച്ചു നൽകണം അല്ലാ. കണ്ട രാത്രികൾ മറക്കാൻ കഴിയാത്ത രാത്രികളാണ് അല്ലാ. ഹബീബിനെ ഒരുപാട് ഒരുപാട് കാണണം റബ്ബേ. അതിനുള്ള തൗഫീഖ് നൽകണം അല്ലാ. അതിനുള്ള സബബായി മജ്ലിസിനെ കബൂലാക്കണം അല്ലാ. എന്നിട്ട് ചലനമറ്റ ഈ ലോകത്ത് നിന്ന് ഞങ്ങൾക്ക് പോകുന്നൊരു യാത്രയപ്പ് ആ സമയത്ത് ശൈത്താൻ വന്ന് പിഴപ്പിക്കുമ്പോൾ റബ്ബേ ഞങ്ങളുടെ മുന്നിൽ തെളിയുന്ന വെട്ടമാണ് റസൂലുള്ളാഹ്. ആ തങ്ങളെ ആ സമയത്ത് കാണുമ്പോൾ ഹാദാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഹബീബിനെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. അല്ലാ, ഇവിടെ പള്ളിയിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ ഏറ്റെടുത്ത ഉമ്മമാര്, പല ഉമ്മമാരും സ്വർണം നൽകാമെന്ന് നിയത്ത് വെച്ചിട്ടുണ്ടാകും. അതുപോലെ സൗണ്ടിലോട്ട് ചോദിച്ചപ്പോൾ ഹബീബിനെ പറയുന്നതിലോട്ട് തന്ന ഉമ്മമാര്, അല്ലാ ഞങ്ങൾ റസൂലുള്ളാഹിനെ പറഞ്ഞ മജ്ലിസാണ്. ഫാത്തിമ ബീവിയെ കുറിച്ച് സിദ്ദീഖോരെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്. റഹ്മത്തിന്റെ മലക്കുകൾ തിങ്ങി നിറഞ്ഞ മജ്ലിസാണ്. ഈ മജ്ലിസിൽ വെച്ച് സംഭാവന ഏറ്റെടുത്ത സകല മുഅ്മിനീങ്ങളെയും നീ ഖബൂലാക്കുക അല്ലാ. ഞങ്ങളുടെ ഖൽബൊക്കെ മോശമാണ്, കറുത്തിട്ടാണ് റബ്ബേ. എന്നാലും ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ നളറ് നൽകണം അല്ലാ. ഞങ്ങൾ ഏറ്റെടുത്ത ഈ സ്വതക്കയുടെ ഫലം കൊണ്ട് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് നൽകണം അല്ലാ. അല്ലാ അവിടുത്തെ ശഫാഅത്ത് നൽകണം അല്ലാ. റസൂലുള്ളാഹിനെ കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അവിടുത്തെ കൊണ്ട് സങ്കടങ്ങൾ വീട്ടിത്തരണമല്ലാ. അസുഖങ്ങൾ ശിഫയാക്കി തരണമല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ നൽകല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. മരണത്തിന് മുമ്പും ശേഷവും ശരീരത്തിൽ കത്തിവെക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. റോഡരികിൽ ഞങ്ങളുടെ ജനാസയെ കടത്തല്ലേ അല്ലാ. റോഡിൽ നിന്ന് ഞങ്ങളുടെ മയ്യത്ത് വാരിയെടുക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. ഹബീബിനെ പറഞ്ഞ മജ്ലിസാണല്ലോ അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. എത്രയെത്ര ഉപ്പമാരാണ്, എത്രയെത്ര ഉമ്മമാരാണ് അല്ലാ. ഞങ്ങളാണ് ഞങ്ങളുടെ മക്കളുടെ ലോകം റബ്ബേ. ഉപ്പമാരായ ഞങ്ങളില്ലെങ്കിൽ, ഉമ്മമാരായ നിങ്ങളില്ലെങ്കിൽ നമ്മുടെ മക്കൾ അനാഥരാണല്ലോ അല്ലാ. ഞങ്ങളുടെ മക്കളെ അനാഥകളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. ഞങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ മക്കൾ കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾ കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. അല്ലാ ഞങ്ങളുടെ ഉമ്മമാരുപ്പമാര്, ഈ സദസ്സിലുള്ള എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാരുപ്പമാരുണ്ട്, അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കുക അല്ലാ. ഈ മജ്ലിസിൽ സംഭാവന ഏറ്റെടുത്ത പലരും ഖബറിലാണ്. ഈ സമയത്ത് തന്നെ അവരുടെ ഖബറിൽ അതൊരു പ്രകാശമാക്കുക അല്ലാ. ഇവരുടെ സ്വതക്ക കൊണ്ട് അവരുടെ ഖൽബിൽ ആനന്ദം നൽകണം അല്ലാ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നൽകണം അല്ലാ. അല്ലാ ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം ഞങ്ങളുടെ ഉമ്മയാണ്, ഞങ്ങളുടെ ഉപ്പയാണ്. അവരുടെ തണല് ഞങ്ങൾക്ക് നിലനിർത്തി തരണമല്ലാ. ഞങ്ങളുടെ ഉമ്മയില്ലാത്ത വീട്, ഞങ്ങളുടെ ഉപ്പയില്ലാത്ത ലോകം യാ റബ്ബനാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. അവരുടെ പൂർണ്ണ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകൾ കടക്കണിയിൽ പെട്ടുപോയവരുണ്ട് അല്ലാ. വീട്ടിൽ തരണമല്ലാ. പലിശയുമായും ലോണുമായും ബന്ധപ്പെട്ടു പോയവരുണ്ട് അല്ലാ. ഞങ്ങൾക്ക് വീട്ടാനുള്ള വഴികൾ തുറക്കണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണമല്ലാ. മക്കള് കാരണം വഷളാക്കല്ലേ അല്ലാ. മക്കള് കാരണം ഐബിലാക്കല്ലേ അല്ലാ. ദുനിയാവിലും
ആഖിറത്തിലും മക്കൾ കാരണം വഷളാക്കല്ലേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി തരണമല്ലാ. ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണം അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ ചികിത്സക്ക് വേണ്ടി റോഡ് സൈഡിൽ ബക്കറ്റ് ഇട്ട് പിരിക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ വീഡിയോ എടുത്തിട്ട് ഇതിലേക്ക് സംഭാവന തരണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പിരിക്കുന്ന അവസ്ഥ യാ റബ്ബനാ ഞങ്ങൾക്കൊരാൾക്കും നൽകല്ലേ അല്ലാ. അങ്ങനത്തെ അസുഖങ്ങൾ നൽകല്ലേ അല്ലാ. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരു നിലക്കും ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ പള്ളിയെ സഹായിച്ചവരെ നീ സഹായിക്കണം അല്ലാ. ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളെ സഹായിച്ചവര്, പ്രത്യേകിച്ച് മീലാദ് പരിപാടിയെ സഹായിച്ചവരെ നീ സഹായിക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാക്കണം അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് സമ്മാനം ഏറ്റെടുത്തവർ, അവർക്ക് ഭക്ഷണം നൽകുന്നവർ, മീലാദ് റാലിയിൽ അവർക്കുള്ള സ്വീകരണം കൊടുക്കുന്നവർ, അങ്ങനെ ആര് ഈ പള്ളിയെയും മദ്രസയെയും നീ ഈ പ്രദേശത്തെയും സഹായിച്ച് സഹകരിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. എല്ലാത്തിനും ഒടുവിലല്ലാ ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു യാത്രയപ്പ് ഞങ്ങൾക്ക് രാജകീയമാക്കി തരണമല്ലാ. ചമഞ്ഞു കൊണ്ടുപോകണം റബ്ബേ. അഭിമാനത്തോടുകൂടെ മരിക്കണം റബ്ബേ. ഞങ്ങൾക്ക് കാമിലായ ഈമാനോടെ റസൂലുള്ളാഹിനെ കണ്ട് നെറ്റിത്തടം വിയർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കണം റബ്ബേ. ഞങ്ങൾക്ക് മരിക്കണം അല്ലാ. ഞങ്ങളുടെ ഖബറൊക്കെ ഞങ്ങൾക്ക് വലിയ പേടിയാണ് റഹ്മാനേ. എങ്ങനെയാണ് ആ ഖബറിൽ ഞങ്ങൾ കിടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയൂല റബ്ബേ. അല്ലാ, ഞങ്ങൾ പറയുന്ന വഅളുകൾ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ എല്ലാം ഞങ്ങളുടെ ഖബറിൽ ഞങ്ങൾക്ക് വലിയ പ്രകാശമാക്കി തരണമല്ലാ. ഖബറിലെത്തുന്ന സമയത്ത് ഇതൊന്നുമില്ലാത്തൊരു ഹവയായ ഖബറാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഖബറിൽ ഞങ്ങളെ എടുക്കല്ലേ അല്ലാ. ഞങ്ങളെ ഞെരുക്കല്ലേ അല്ലാ. ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരിൽ, മക്കളിൽ, ബന്ധപ്പെട്ടവരിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാ. ഈ മജ്ലിസിലോട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരും അറിയിച്ചവരും ഒക്കെ ഉണ്ട് റഹ്മാനെ. എല്ലാവരുടെ അസുഖങ്ങളും നീ ശിഫയാക്കി കൊടുക്കണം അല്ലാ. ഇവിടെ ദുആ കൊണ്ട് എഴുതി അറിയിച്ചവരും അല്ലാത്തവരൊക്കെ ഉണ്ട് അല്ലാ. ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ നീ റസൂലുള്ളാഹിനെ കൊണ്ട് മാറ്റി കൊടുക്കണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉസ്താദുമാരൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.